ഹലോ എവരിവൺ, എല്ലാവർക്കും ടോസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. സെറ്റ് മാത്തമാറ്റിക്സിൻ്റെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു റാപ്പിഡ് റിവിഷൻ വീഡിയോയുമായാണ് ടോസ് അക്കാഡമി എത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എക്സാമിന് കയറുന്നതിന് തൊട്ട് മുന്നേ ആയിരിക്കാം, അല്ലെങ്കിൽ തൊട്ട് തലേ ദിവസമായിരിക്കാം. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്ത് നോക്കാൻ ടൈം ഉള്ളപ്പോഴായിരിക്കില്ല നമ്മൾ ഈ റാപ്പിഡ് റിവിഷൻ വീഡിയോ കാണാൻ പോകുന്നത്. സോ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഓർത്തിരിക്കാവുന്നതും അല്ലെങ്കിൽ മറന്നുപോയിട്ടുള്ള ഡെഫിനേഷൻസ് എല്ലാം ഒന്ന് ഓർത്തെടുക്കാനും വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സാണ് നമുക്ക് റാപ്പിഡ് റിവിഷൻ വീഡിയോയിലൂടെ തരുന്നത്. ഓക്കെ, റിയൽ അനാലിസിസിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് ലിമിറ്റ് ഓഫ് സീക്വൻസ് എന്നുള്ളത്. ലിമിറ്റ് ഓഫ് സീക്വൻസിലെ പ്രോബ്ലംസ് ചെയ്യാനായിട്ട് നമുക്ക് വളരെ അത്യാവശ്യമായിട്ട് വേണ്ടുന്ന ഒരു റൂളാണ് എൽ ഹോസ്പിറ്റൽ റൂള്. എൽ ഹോസ്പിറ്റൽ റൂള് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ലിമിറ്റ് കണ്ടുപിടിക്കുമ്പോൾ ഏതെങ്കിലും റാഷണൽ ഫംഗ്ഷൻസിൻ്റെ ലിമിറ്റ് എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് ഫോമിലുള്ള ഫംഗ്ഷൻസിൻ്റെ ലിമിറ്റ് കണ്ടുപിടിക്കുമ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ ലിമിറ്റും ജി ഓഫ് എക്സിൻ്റെ ലിമിറ്റും ഒന്നില്ലെങ്കിൽ 0 അല്ലെങ്കിൽ പ്ലസ് ഓർ മൈനസ് ഇൻഫിനിറ്റി ഫോമിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യും. ലിമിറ്റ് എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സിന് പകരം നമ്മൾ എന്ത് ചെയ്തു നോക്കും? ലിമിറ്റ് ഓഫ് എഫ് ഡാഷ് ഓഫ് എക്സ് ബൈ ജി ഡാഷ് ഓഫ് എക്സ് ചെയ്ത് നോക്കും. അതായത് ന്യൂമറേറ്ററിൻ്റെയും ഡിനോമിനേറ്ററിൻ്റെയും ഡെറിവേറ്റീവ് നമ്മൾ എടുത്തു നോക്കും. അതുതന്നെ ഒരു എക്സാമ്പിളാണ് ഇവിടെ തന്നിരിക്കുന്നത്. ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി ലോഗ് എക്സ് ബൈ എക്സ് എന്നുള്ളതിന് നമുക്ക് എക്സിന് ഇൻഫിനിറ്റി പോയി കഴിഞ്ഞാൽ ലോഗ് എക്സും ഇൻഫിനിറ്റിയിലോട്ട് പോകും, ഈ എക്സും ഇൻഫിനിറ്റിയിലോട്ട് പോകും അല്ലേ. സോ എൽ ഹോസ്പിറ്റൽ അപ്ലൈ ചെയ്യുമ്പോൾ മേളിലത്തെ ഡെറിവേറ്റീവ് ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ബൈ എക്സ്, എക്സിൻ്റെ ഡെറിവേറ്റീവ് 1. സോ നമ്മളത് റീപ്ലേസ് ചെയ്തു, ലിമിറ്റ് കൊടുത്തു. ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 1 ബൈ എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. അങ്ങനെയാണ് നമ്മൾ ഇതുപോലെയുള്ളതിൻ്റെ ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ എൽ ഹോസ്പിറ്റൽ റൂൾ ഓർത്തിരിക്കുക. ലിമിറ്റ് ഓഫ് സീക്വൻസിലേക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്ന കുറച്ച് റിസൾട്ടുകളാണിത്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സിൻ്റെ വാല്യൂ 1 ആണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ടാൻ എക്സ് ബൈ എക്സിൻ്റെ വാല്യൂ 1 ആണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എക്സ് റേസ് ടു എൻ മൈനസ് എ റേസ് ടു എൻ ബൈ എക്സ് മൈനസ് എയുടെ വാല്യൂ എൻ ഇൻറ്റു എ റേസ് ടു എൻ മൈനസ് 1. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ഇ റേസ് ടു എക്സ് മൈനസ് 1 ബൈ എക്സ് ഈക്വൽ ടു 1. ആൻഡ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1 പ്ലസ് എ എക്സ് പവർ 1 ബൈ എക്സിൻ്റെ വാല്യൂ ഇ റേസ് ടു എ. ആൻഡ് ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എൻ ഫാക്ടോറിയൽ ബൈ എൻ റേസ് ടു എന്നിൻ്റെ വാല്യൂ 0. കുറച്ച് റിസൾട്ടുകളാണ്, വേഗം ഓർത്തിരിക്കുക. എക്സാമിന് ഡയറക്റ്റ് ആയിട്ട് വന്നാൽ നിങ്ങൾക്ക് വേഗം തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി ഈ ഒരു സെക്ഷനിൽ നിന്ന് നമുക്ക് ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി 1 പ്ലസ് 1 ബൈ എൻ പവർ എൻ ഈക്വൽ ടു ആൽഫ ആണെങ്കിൽ ഈ ആൽഫയുടെ വാല്യൂ ഇതിനിടയിൽ കിടക്കുന്നൊക്കെയാണ് ചോദിച്ചേക്കുന്നത് അല്ലേ. നമുക്ക് ലിമിറ്റ് ഓഫ് സീക്വൻസിൽ നിന്ന് വരുന്ന ഒരു ടൈപ്പിലുള്ള പ്രോബ്ലം ആണിത്. ഇത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്കിത് നേരെ നോക്കിക്കഴിഞ്ഞാൽ ഈ റിസൾട്ടുമായിട്ട് റിലേറ്റഡ് ആണ് അല്ലേ. ഇവിടെ എയ്ക്ക് പകരം 1 അല്ലേ. ഇനി ഇതിൻ്റെ തന്നെ വേറൊരു ഫോമാണ് ഈ കിടക്കുന്നത്. ഇവിടെ എക്സ് ടെൻസ് ടു 0 ആണ്, ഇവിടെ എൻ ടെൻസ് ടു ഇൻഫിനിറ്റി ആണ്. എൻ ടെൻസ് ടു ഇൻഫിനിറ്റി ആവുമ്പോൾ ഇവിടുത്തെ എക്സിന് പകരം ഇവിടെ 1 ബൈ എൻ ആയി. എന്നും എക്സും സെയിം തന്നെ കേട്ടോ. ഇവിടുത്തെ എന്നിന് പകരം ഇവിടെ 1 ബൈ എക്സ്. അപ്പോൾ നേരെ ഒന്ന് റെസിപ്രോക്കൽ വന്നതേ ഉള്ളൂ, ഈ ലിമിറ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ അല്ലേ. സോ ഇവിടുത്തെ എയ്ക്ക് പകരം ഇവിടെ 1 ആണ് കിടക്കുന്നത്. സോ ആൻസർ ഇ റേസ് ടു 1 ആയിരിക്കും. അപ്പോൾ ഇവിടെ ഇ ആണ് ആൻസർ കിട്ടുക അല്ലേ. ഇ എന്ന് പറഞ്ഞാൽ 2.7 സംതിങ് ആണ്. അപ്പോൾ അതിൻ്റെ വാല്യൂ 2നും 3നും ഇടയിൽ കിടക്കും. അതായത് ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ലിമിറ്റ് ഓഫ് സീക്വൻസിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. മിക്കവാറും നമുക്ക് എൽ ഹോസ്പിറ്റൽ അപ്ലൈ ചെയ്യാൻ പാകത്തിനുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും വരാൻ ചാൻസ്. അടുത്തത് സീരീസിൻ്റെ കൺവേർജൻസ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 കൺവേർജൻസ് ടെസ്റ്റുകളാണ് കമ്പാരിസൺ ടെസ്റ്റുകൾ. 2 തരത്തിലുള്ള കമ്പാരിസൺ ടെസ്റ്റ് ഉണ്ട്. നമുക്ക് 2 സീരീസ് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. സിഗ്മ എ എനും ഉണ്ട്, സിഗ്മ ബി എനും ഉണ്ട്. ഇത് തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണ്? എ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എൻ എന്ന് പറയുന്നതാണ്. അങ്ങനെയാണെങ്കിൽ വലിയ സീരീസ് കൺവേർജൻ്റ് ആണെങ്കിൽ ചെറിയ സീരീസും കൺവേർജൻ്റ് ആയിരിക്കും. ചെറിയ സീരീസ് ഡൈവേർജൻ്റ് ആണെങ്കിൽ വലിയ സീരീസ് ഡൈവേർജൻ്റ് ആയിരിക്കും. അതാണ് നമ്മളുടെ റിസൾട്ടുകൾ. ഓക്കെ, അതുപോലെ തന്നെ 2 സീരീസ് ഉണ്ട്, എ എനും ബി എനും വെച്ചിട്ടുള്ള സീരീസ് ഉണ്ട്. ഇതിൻ്റെ ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ലിമിറ്റ് എ എൻ ബൈ ബി എൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 0 അല്ലാത്ത ഒരു ഫൈനൈറ്റ് വാല്യൂ ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ എ എന്നിനും ബി എന്നിനും സെയിം ബിഹേവിയർ ആയിരിക്കും. അതായത് സിഗ്മ എ എൻ കൺവേർജ് ചെയ്താൽ സിഗ്മ ബി എനും കൺവേർജ് ചെയ്യും. സിഗ്മ ബി എൻ ആണെങ്കിൽ സിഗ്മ എ എനും. 2 പേർക്കും
സെയിം ബിഹേവിയർ ആയിരിക്കും. ദെൻ ഈ ലിമിറ്റിൻ്റെ വാല്യൂ 0 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഇംപ്ലിക്കേഷനേ ഉള്ളൂ. സിഗ്മ ബി എൻ കൺവേർജൻറ്റ് ഇംപ്ലൈസ് ദാറ്റ് സിഗ്മ എ എൻ കൺവേർജൻറ്റ്. അവിടെ നമുക്ക് ഇഫ് ആൻഡ് റിലീഫ് കണ്ടീഷൻ ഇല്ല, ഒരു ഇംപ്ലിക്കേഷൻ മാത്രമേ ഉള്ളൂ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടെസ്റ്റാണ് സീരീസിൻ്റെ ടെസ്റ്റ്, കമ്പാരിസൺ ടെസ്റ്റ്. ഇതും നമുക്ക് സീരീസിൻ്റെ ടെസ്റ്റുകൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് തന്നിരിക്കുന്ന സീരീസ് സിഗ്മ എ എൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ഇത് ചെയ്യുന്നത് എങ്ങനെയാണ്, nth ടേമിൻ്റെ വാല്യൂ ലിമിറ്റ് എ എൻ എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 0 ആണെന്നുണ്ടെങ്കിൽ ആ സീരീസ് ഡൈവേർജൻ്റ് ആയിരിക്കും. ഓക്കെ, ലിമിറ്റ് എ എന്നിൻ്റെ വാല്യൂ നോട്ട് ഈക്വൽ ടു 0 ആണെന്നുണ്ടെങ്കിൽ ആ സീരീസ് എന്തായിരിക്കും, ഡൈവേർജൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതൊരു ഇംപ്ലിക്കേഷൻ ആണ്, ഡൈവേർജൻസ് ടെസ്റ്റ് ആണ്. ദെൻ ജോമെട്രിക് സീരീസ് ആണ് സിഗ്മ എ എൻ ഇൻറ്റു എ എൻ ആർ റേസ് ടു എൻ മൈനസ് 1. മോഡ് ആർ ലെസ് ദാൻ 1 ആണെന്നുണ്ടെങ്കിൽ കൺവേർജസ് ആയിരിക്കും. അതുപോലെ തന്നെ മോഡ് ആർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണെന്നുണ്ടെങ്കിൽ ഡൈവേർജൻ്റ് ആയിരിക്കും. ഓക്കെ, ദെൻ പി സീരീസിൻ്റെ ടെസ്റ്റ് സിഗ്മ 1/n⁻p യുടെ പ്രോപ്പർട്ടി പി ഗ്രേറ്റർ ദാൻ 1 കൺവേർജൻറ്റ്, പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ഡൈവേർജൻറ്റ്. ഇൻ്റഗ്രൽ ടെസ്റ്റ് പറയുന്നത് ഇൻ്റഗ്രൽ 1 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് കൺവേർജ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ സീരീസും കൺവേർജ് ചെയ്യും, ഇത് ഡൈവേർജ് ചെയ്യുന്നുണ്ടെങ്കിൽ സീരീസും ഡൈവേർജ് ചെയ്യും. ഓക്കെ, സോ നമുക്ക് ഈ റിസൾട്ടുകൾ യൂസ് ചെയ്യാവുന്നതാണ്. അടുത്തത് കണ്ടിന്യൂവിറ്റിയും ഡിഫറൻഷ്യബിലിറ്റിയാണ്. കണ്ടിന്യൂവിറ്റിയും ഡിഫറൻഷ്യബിലിറ്റിയും ചെയ്യാനായിട്ട് നമുക്ക് ലിമിറ്റ് ഓഫ് സീക്വൻസ് തന്നെ അറിഞ്ഞിരുന്നാൽ മതി, അല്ലെങ്കിൽ ലിമിറ്റ് ഓഫ് ഫംഗ്ഷൻ അറിഞ്ഞിരുന്നാൽ മതി. ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് നോക്കണം എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നുണ്ടെങ്കിൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യണം. സോ നമ്മുടെ ലിമിറ്റിൻ്റെ അതേ പ്രോപ്പർട്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് മാത്രം പോരാ, ഈ ലിമിറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എഫ് ഓഫ് എയോട് ഈക്വൽ ആവുകയും ചെയ്യണം. ഓക്കെ, ഡിഫറൻഷ്യബിലിറ്റി ആണെങ്കിൽ ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എ പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എ ബൈ എച്ച് എക്സിസ്റ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ വാല്യൂ ആണ് നമ്മുടെ ഡെറിവേറ്റീവ് എഫ് ഡാഷ് ഓഫ് എ എന്ന് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ കണ്ടിന്യൂറ്റി, ഡിഫറൻഷ്യബിലിറ്റി, ലിമിറ്റ് ഓഫ് സീക്വൻസ്, കൺവർജൻസ് ആൻഡ് ഡൈവർജൻസ് ഓഫ് സീരീസ്, ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. കോംപ്ലക്സ് അനാലിസിസിൽ നിന്നുള്ള കുറച്ച് പോർഷൻസ് ആണ് പറയുന്നത്. കോംപ്ലക്സ് അനാലിസിസിലെ ഫസ്റ്റ് ഉദ്ദേശിക്കുന്നത് പോളാർ ഫോം ആണ്. ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ പോളാർ ഫോം എന്ന് പറയുന്നത് z ഈക്വൽ ടു r ഇൻറ്റു ഇ റേസ് ടു ഐ തീറ്റ ആണ്. അവിടുത്തെ ആംഗിൾ തീറ്റ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. r എന്ന് പറയുന്നത് എപ്പോഴും z ഈക്വൽ ടു a പ്ലസ് ഐ ബി ആണെങ്കിൽ r എന്ന് പറയുന്നത് √ ഓഫ് a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആയിരിക്കും. പക്ഷേ നമ്മുടെ ഇതിൻ്റെ ആർഗ്യുമെൻ്റ് എങ്ങനെ കണ്ടുപിടിക്കുന്നുള്ളതാണ്. ആർഗ്യുമെൻ്റ് കണ്ടുപിടിക്കാനായിട്ട് നമുക്കിത് ഈ കാര്യങ്ങളാണ് യൂസ് ചെയ്യാവുന്നത്. z ഈക്വൽ ടു a പ്ലസ് ഐ ബിയിൽ എയും ബിയും ഗ്രേറ്റർ ദാൻ 0 ആണ് എന്നുണ്ടെങ്കിൽ ആർഗ്യുമെൻ്റ് ആ തീറ്റ എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് ബി ബൈ എ ആയിരിക്കും. ഇനി ഇസഡിൻ്റെ ഫോം എന്ന് പറയുന്നത് മൈനസ് എ പ്ലസ് ഐ ബി ആണെങ്കിൽ ആർഗ്യുമെൻ്റ് കണ്ടുപിടിക്കാൻ പൈ മൈനസ് ടാൻ ഇൻവേഴ്സ് ബി ബൈ എ ചെയ്യണം. ഇസഡ് എന്ന് പറയുന്നത് എയും ബിയും വന്നിട്ട് രണ്ടിനും സൈൻ നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആർഗ്യുമെൻ്റ് മൈനസ് പൈ പ്ലസ് ടാൻ ഇൻവേഴ്സ് ബി ബൈ എ ചെയ്യണം. ദെൻ എയ്ക്കും പോസിറ്റീവ് ബിക്ക് നെഗറ്റീവ് ആയിട്ട് ഈ ഒരു ഫോമിലാണ് നമ്മുടെ കോംപ്ലക്സ് നമ്പർ വരുന്നതെന്നുണ്ടെങ്കിൽ ആർഗ്യുമെൻ്റ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് മൈനസ് ടാൻ ഇൻവേഴ്സ് ബി ബൈ എ ചെയ്യണം. ഓക്കെ, ദെൻ കുറച്ച് കണ്ടിന്യൂറ്റി ഓഫ് ഫങ്ഷൻസ് നമുക്ക് നമ്മുടെ കോംപ്ലക്സിലോട്ട് വരുമ്പോഴേക്കും കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത് 2 വേരിയബിളിലോട്ടായിട്ട് മാറും അല്ലേ. എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ യു ഓഫ് എക്സ് വൈ പ്ലസ് ഐ ഇൻറ്റു വി ഓഫ് എക്സ് വൈ എന്നാണെന്നുണ്ടെങ്കിൽ യുവിൻ്റെയും വിയുടെയും കണ്ടിന്യൂറ്റി അനുസരിച്ചിട്ടാണ് നമ്മുടെ എഫിൻ്റെ കണ്ടിന്യൂറ്റി നമ്മൾ പറയുന്നത്. ഓക്കെ, സോ യുവും വിയും കണ്ടിന്യൂസ് ആണെങ്കിലായിരിക്കും എഫ് കണ്ടിന്യൂസ് ആവുക. ഓക്കെ, കണ്ടിന്യൂറ്റിയുമായി ബന്ധപ്പെട്ട് 2-3 റിസൾട്ടുകളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് ഇസഡ് കണ്ടിന്യൂസ് ആണ് ആൻഡ് നോൺ സീറോ അറ്റ് എ പോയിന്റ് ഇസഡ് നോട്ടിൽ അത് നോൺ സീറോയുമാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു ഇസഡ് നോട്ടിൻ്റെ നെയ്ബർഹുഡിൽ ഫുൾ ആ ഫംഗ്ഷൻ എന്തായിരിക്കും, നോൺ സീറോ ആയിരിക്കും. അതുപോലെ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്, ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ഓൺ എ റീജിയൻ ആർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഫംഗ്ഷനെ ബൗണ്ടഡ് ആണെന്ന് പറയാം. 2 ഫംഗ്ഷൻസ് കണ്ടിന്യൂസ് ഫംഗ്ഷൻസിൻ്റെ കോമ്പോസിഷൻസും എങ്ങനെയായിരിക്കും, കണ്ടിന്യൂസ് തന്നെയായിരിക്കും. ഓക്കെ, ഇത് പോളാർ ഫോമിൽ തന്നിരിക്കുന്ന ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ്. നമുക്ക് തന്നിരിക്കുന്നത് എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു യു ഓഫ് എക്സ് വൈ പ്ലസ് ഐ വി ഓഫ് എക്സ് വൈ ഒക്കെ ഉണ്ട്. തന്നിരിക്കുന്ന എല്ലാ ടേംസും ഇൻ ടേംസ് ഓഫ് ആറ് തീറ്റയാണെന്നുണ്ടെങ്കിൽ ആറും തീറ്റയുടെയും ടേംസിലാണെങ്കിൽ അത് പോളാർ ഫോമിലായിരിക്കും തന്നേക്കുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് കോസ് തീറ്റ മൈനസ് ഐ സൈൻ തീറ്റ ഇൻറ്റു ഡോ യു ബൈ ഡോ ആർ പ്ലസ് ഡോ വി ബൈ ഡോ ആർ. ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക, ചിലപ്പോൾ നമ്മളോട് ഇത് ഡയറക്റ്റ് ആയിട്ടൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാം.
ദെൻ അടുത്തത് അനലറ്റിക് ഫംഗ്ഷൻ ആണ്. അനലറ്റിക് ഫംഗ്ഷൻ്റെ വളരെ വലിയ ഡെഫിനേഷൻസ് ഒന്നും നമുക്ക് ആവശ്യമില്ല പ്രോബ്ലം ചെയ്യാനായിട്ട്. നമുക്ക് വേണ്ടത് കോഷി റീമാൻ ഇക്വേഷൻസ് ആണ് മെയിനായിട്ടും അല്ലേ. അപ്പോൾ അനലറ്റിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷൻ അറ്റ് എ പോയിന്റ് ഇസഡ് നോട്ട് അനലറ്റിക് ആവണമെന്നുണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ അറ്റ് ഈച്ച് പോയിന്റ് ഇൻ സം നെയ്ബർഹുഡ് ഓഫ് ഇസഡ് നോട്ട് ആയിരിക്കണം. ഒരു റീജിയണിൽ ഫുള്ളായിട്ടുള്ള അനലറ്റിക് ആയിട്ടുള്ള ഫംഗ്ഷനെയാണ്, കോംപ്ലക്സ് പ്ലെയിനിൽ ഫുള്ളായിട്ട് അനലറ്റിക് ആയിട്ടുള്ള ഫംഗ്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എൻറ്റയർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. എഫ് അനലറ്റിക് ആയിട്ടുള്ള പോയിന്റ്സിനെ നമ്മൾ ഓർഡിനറി പോയിന്റ്സ് എന്ന് പറയും. എഫ് അനലറ്റിക് അല്ലാത്ത പോയിന്റ്സിനെ നമ്മൾ സിംഗുലർ പോയിന്റ്സ് എന്ന് പറയും. ഇസഡ് റേസ് ടു എൻ, അതായത് പോളിനോമിയൽ പോലെയുള്ള ഫംഗ്ഷൻസ് എല്ലാം അനലറ്റിക് ആയിരിക്കും. അനലറ്റിക് അല്ലാത്ത കുറച്ച് ഫംഗ്ഷൻസ് ആണ് താഴെ പറഞ്ഞിരിക്കുന്നത്. ഇസഡ് കോഞ്ചുഗേറ്റ്, മോഡ് ഇസഡ് സ്ക്വയർ, റിയൽ പാർട്ട് ഓഫ് ഇസഡ്, ഇമാജിനറി പാർട്ട് ഓഫ് ഇസഡ് ആൻഡ് ആർഗ്യുമെന്റ് ഓഫ് ഇസഡ്. ഇതൊന്നും ഒരു സ്ഥലത്തും അനലറ്റിക് അല്ലാത്ത ഫംഗ്ഷൻസ് ആണ്. കോഷി റീമാൻ ഇക്വേഷൻസ് വെരിഫൈ ചെയ്യുക. യു എക്സ് ഈക്വൽ ടു യു വൈ ആണോ, യു എക്സ് ഈക്വൽ ടു വി വൈ, യു വൈ ഈക്വൽ ടു മൈനസ് വി എക്സ്, അതാണ് കോഷി റീമാൻ ഇക്വേഷൻ. ഇത് വെരിഫൈ ചെയ്താൽ ഇത് സാറ്റിസ്ഫൈ ചെയ്യാത്തതൊന്നും നമുക്ക് അനലറ്റിക് അല്ല എന്ന് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ കണ്ടീഷൻ എന്ന് പറയുന്നത്. കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് കൺഫേം ആയിട്ട് പറയാൻ പറ്റില്ല, ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് അനലറ്റിക് അല്ല എന്ന് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ കോഷി റീമാൻ ഇക്വേഷൻ ഒന്ന് ഓർത്തിരിക്കുക. കോഷി റീമാൻ ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് എക്സ് ആൻഡ് വൈ ആണ് നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞത് അല്ലേ. ഇത് കോഷി റീമാൻ ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് ആർ ആൻഡ് തീറ്റയാണ്. യു ആർ ഇസ് ഈക്വൽ ടു വി തീറ്റ ബൈ ആർ ആൻഡ് യു തീറ്റ ഇസ് ഈക്വൽ ടു മൈനസ് ആർ വി ആർ എന്നുള്ളതാണ് കോഷി റീമാൻ ഇക്വേഷൻ ഇൻ പോളാർ ഫോം. ഹാർമോണിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഫംഗ്ഷൻസിനെയാണ് നമ്മൾ ഹാർമോണിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ലാപ്ലേസ് ഇക്വേഷൻ ഇതാണ്, യു എക്സ് എക്സ് പ്ലസ് യു വൈ വൈ ഈക്വൽ ടു 0. ഇങ്ങനെ കിട്ടുന്ന ഫംഗ്ഷൻസിനെ നമ്മൾ ഹാർമോണിക് ഫംഗ്ഷൻസ് എന്ന് പറയും. സോ ലാപ്ലേസ് ഇക്വേഷൻ ഒന്ന് ഓർത്തിരിക്കുക. ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു യു പ്ലസ് ഐ വി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ അനലറ്റിക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വി ഈസ് ദ ഹാർമോണിക് കോൺജുഗേറ്റ് ഓഫ് യു എന്ന് പറയാം. അതുപോലെ യു ഈസ് ദ ഹാർമോണിക് കോൺജുഗേറ്റ് ഓഫ് വി എന്ന് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക. നമ്മുടെ കോഷി റീമാൻ ഇക്വേഷനൊക്കെ ഇവിടെ സാറ്റിസ്ഫൈഡ് ആയിരിക്കും എന്നുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് ഓർത്തിരിക്കുക. ഹാർമോണിക് കോൺജുഗേറ്റ് ആവുക എന്ന് പറഞ്ഞാൽ യുവും വിയും എടുക്കുമ്പോൾ എഫ് അനലറ്റിക് ആവണം. യു ഈസ് ദ ഹാർമോണിക് കോൺജുഗേറ്റ് ഓഫ് വി എന്നൊക്കെ പറയാം. യുവും വിയും ഹാർമോണിക് ഫംഗ്ഷൻസ് ആയിരിക്കണം, അതായത് ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം ഓർത്തിരിക്കുക. ഓക്കെ, അടുത്തത് കുറച്ച് കോംപ്ലക്സ് ഇൻ്റഗ്രേഷന് വേണ്ടുന്ന ഫോർമുലകളാണ് തന്നിരിക്കുന്നത്. ഇഫ് എ ഫംഗ്ഷൻ എഫ് ഈസ് അനലറ്റിക് അറ്റ് ഓൾ പോയിന്റ്സ് ഇന്റീരിയർ ടു എ സിമ്പിൾ ക്ലോസ്ഡ് കർവ് ദെൻ ഇന്റഗ്രൽ എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ് ഈക്വൽ ടു 0. ഒരു കർവിന് ഉള്ളിലുള്ള എല്ലാ പോയിന്റ്സിലും അനലറ്റിക് ആയിട്ടുള്ള ഫംഗ്ഷന്റെ ഇന്റഗ്രേഷൻ ഓവർ ദാറ്റ് കർവ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, ദെൻ അടുത്തത് കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുലയാണ്. എഫ് ഓഫ് ഇസഡ് നോട്ട് എന്ന് പറയുന്നത് 1/2π ഇൻറ്റു ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് ഇസഡ് ബൈ ഇസഡ് മൈനസ് ഇസഡ് നോട്ട് ഇൻറ്റു ഡി ഇസഡ് ആയിരിക്കും. നമുക്ക് ആവശ്യമുള്ള ഒരു ഫോർമുലയാണ് ഇത് രണ്ടും. അതുപോലെ തന്നെ അതിൻ്റെ ജനറൽ ആയിട്ടുള്ള ഫോർമുലയാണ് ഈ കിടക്കുന്നത്. എഫ് എൻ ഓഫ് ഇസഡ് നോട്ട് എന്ന് പറയുന്നത് എൻ ഫാക്ടോറിയൽ ബൈ 2πi എഫ് ഓഫ് ഇസഡ് ബൈ ഇസഡ് മൈനസ് ഇസഡ് നോട്ട് റേസ് ടു n+1 ഡി ഇസഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഫോർമുലകളും അതുപോലെ തന്നെ ഈ ഫോർമുലയും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുലയാണ്. റെസിഡ്യൂ കണ്ടുപിടിക്കാൻ നമ്മളോട് മിക്കവാറും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളതാണ്. റെസിഡ്യൂ കണ്ടുപിടിക്കാനുള്ള ഒരു ഫോർമുലയാണ് ഈ തന്നിരിക്കുന്നത്. റെസിഡ്യൂ അറ്റ് ഇസഡ് ഈക്വൽ ടു ഇസഡ് നോട്ട് എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് ലിമിറ്റ് ഇസഡ് ടെൻസ് ടു ഇസഡ് നോട്ട് ഇസഡ് മൈനസ് ഇസഡ് നോട്ട് ഇൻറ്റു എഫ് ഓഫ് ഇസഡ് ആയിരിക്കാം. അത് സിമ്പിൾ പോളിൻ്റെ കേസിൽ. ദെൻ അല്ലാതെ ജനറലായിട്ട് റെസിഡ്യൂ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ്. ഒരു ഫംഗ്ഷൻ ഈ ഫോമിലാണ് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ റെസിഡ്യൂ എന്ന് പറയുന്നത് റെസിഡ്യൂ അറ്റ് ഇസഡ് ഈക്വൽ ടു ഇസഡ് നോട്ട് എഫ് ഓഫ് ഇസഡ് നോട്ട് എന്ന് പറയുന്നത് എഫ് ഓഫ് ഇസഡ് നോട്ട് ആകാം, അല്ലെങ്കിൽ ഈ ഫോർമുല നമുക്ക് അപ്ലൈ ചെയ്യാം വിത്ത് റെസ്പെക്ട് ടു എമ്മിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് കേട്ടോ. എം 1 ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഫോർമുല യൂസ് ചെയ്യാം. എം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആണെങ്കിൽ ഈ ഫോർമുല യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ റെസിഡ്യൂ കണ്ടുപിടിക്കാനും കോഷീസ് ഇൻ്റഗ്രേഷൻ ഫോർമുലകളും ഒന്ന് ഓർത്തിരിക്കുക. നമുക്ക് മിക്കവാറും വർഷങ്ങളിൽ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഈ രണ്ട് സെക്ഷനിൽ നിന്നും ഓരോ ക്വസ്റ്റ്യൻസ് വരാറുള്ളതാണ്. അടുത്തത് ലീനിയർ ആൾജിബ്രയാണ്. ലീനിയർ ആൾജിബ്രയിൽ നമുക്ക് വളരെ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് മെട്രിക്സസിൽ നിന്നുള്ളതാണ്. എന്താണ് റോ മെട്രിക്സ്, കോളം മെട്രിക്സ്, സീറോ അല്ലെങ്കിൽ നൾ മെട്രിക്സ്, ഡയഗണൽ മെട്രിക്സ്, ഡയഗണലിൽ മാത്രം നോൺ സീറോ എൻട്രി, സ്കെയിലാർ മെട്രിക്സ്, ഡയഗണലിലെ എലമെൻറ്റ്സ് എല്ലാം ഈക്വൽ വേറെല്ലാം സീറോ, യൂണിറ്റ് മെട്രിക്സ്, ഡയഗണലിലെ എലമെൻറ്റ്സ് എല്ലാം 1 വേറെല്ലാം സീറോ, അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് താഴത്തെ പോർഷൻ 0, ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് മേളിലത്തെ പോർഷൻ 0,
ഐഡംപൊട്ടൻ മെട്രിക്സ് A²= A, നിൽപൊട്ടൻ മെട്രിക്സ് എയുടെ ഏതെങ്കിലും ഒരു പവർ 0 ആണെങ്കിൽ നമുക്ക് നിൽപൊട്ടൻ മെട്രിക്സ് എന്ന് പറയാം. സോ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ചിലപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന മെട്രിക്സുകൾ ഏത് ടൈപ്പാണ്, അല്ലെങ്കിൽ തന്നിരിക്കുന്ന മെട്രിക്സിന് ഐഡംപൊട്ടൻ്റ് ആണോ നിൽപൊട്ടൻ്റ് ആണോ അങ്ങനെയൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളതാണ്. അടുത്തൊരു ഷുവർ ക്വസ്റ്റ്യൻ്റെ ഏരിയയാണ് സിസ്റ്റം ഓഫ് ഇക്വേഷൻസിൻ്റെ സൊല്യൂഷൻ. Ax=b എന്ന് പറയുന്നത് ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ആണെന്നുണ്ടെങ്കിൽ റാങ്ക് ഓഫ് എ ബി ഓഗ്മെന്റഡ് മെട്രിക്സും റാങ്ക് ഓഫ് എയും കാൽക്കുലേറ്റ് ചെയ്യുക. ഇത് രണ്ടും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സിസ്റ്റം കൺസിസ്റ്റന്റ് ആണെന്ന് പറയാം. ഈ ഈക്വൽ ആയിട്ടുള്ള വാല്യൂ ഈക്വൽ ടു ദി നമ്പർ ഓഫ് വേരിയബിൾസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാനായിട്ട് സാധിക്കും? നമ്പർ ഓഫ് റോസോ അല്ലെങ്കിൽ നമ്പർ ഓഫ് വേരിയബിൾസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ യുണീക് സൊല്യൂഷൻ ആണെന്ന് പറയാം. ദെൻ ലെസ് ദാൻ നമ്പർ ഓഫ് റോസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് വേരിയബിൾസ് ആണെന്നുണ്ടെങ്കിൽ ഇൻഫിനിറ്റ് സൊല്യൂഷൻ ആണെന്ന് പറയാം. ഇത് രണ്ടും ഈക്വൽ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻകൺസിസ്റ്റന്റ് ആണ്, സൊല്യൂഷൻ ഇല്ല എന്ന് പറയാനായിട്ട് സാധിക്കും. അടുത്തത് എന്താണ് ലീനിയർ മാപ്പിംഗ്? ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ്. ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യാനൊക്കെ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളതാണ്. ഈ രണ്ട് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുക അല്ലെങ്കിൽ ഒറ്റയടിക്ക് ഈ ഒരു പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന ഫംഗ്ഷനെയാണ് നമ്മൾ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ലീനിയർ മാപ്പിംഗ് എന്ന് പറയുന്നത്. VW എന്ന് പറയുന്നത് രണ്ട് വെക്ടർ സ്പേസുകളാണ്. അങ്ങനെയാണെങ്കിൽ T(a∝ + b∈β) = a × T∝ + b × T∈β എന്ന് പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണ്. ഈ ആൽഫ ബീറ്റ എന്ന് പറയുന്നത് വെക്ടേഴ്സ് ആണ്. A B എന്നൊക്കെ പറയുന്നത് എന്താണ്? സ്കെയിലാറുകളാണ്. അങ്ങനെയാണെങ്കിൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാനായിട്ട് സാധിക്കും? ഈ തന്നിരിക്കുന്ന T എന്ന് പറയുന്നത് ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണെന്ന് പറയാനായിട്ട് സാധിക്കും. ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യാം. അല്ലെങ്കിൽ നമ്മളോട് അതിൻ്റെ കേണലിനെ പറ്റി ചോദിക്കാം, റേഞ്ചിനെ പറ്റി ചോദിക്കാം, ഇമേജിനെ പറ്റി ചോദിക്കാം. കേണൽ എന്ന് പറയുന്നത് ഇതാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് ഈ മാപ്പിംഗ് അല്ലേ? ഇവിടുത്തെ ഏതൊക്കെ വെക്ടേഴ്സ് ഇവിടുത്തെ ഐഡന്റിറ്റിയിലോട്ട് മാപ്പ് ചെയ്യുന്നുണ്ടോ ആ വെക്ടേഴ്സിന്റെ കളക്ഷനെയാണ് നമ്മൾ കേണൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടുത്തെ ഏതെല്ലാം വെക്ടേഴ്സ് ആണോ ഇവിടുത്തെ ഐഡന്റിറ്റിയിലോട്ട് മാപ്പ് ചെയ്യുന്നത് അങ്ങനെയുള്ള ഇവിടുത്തെ വെക്ടേഴ്സിന്റെ കളക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കേണൽ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തത് ഇമേജ് ആണ്. ഇമേജ് ഓഫ് എ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എന്തായിരിക്കും നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. വിയിൽ നിന്ന് നമ്മുടെ സാധാ ഫംഗ്ഷന്റെ ഇമേജ് പോലെ തന്നെ അല്ലേ? വിയിൽ നിന്ന് ഡബ്ല്യൂയിലോട്ട് ഒരു ഫംഗ്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരുന്ന എലമെന്റ്സ് T(α)കളുടെ കളക്ഷൻ, ഇവിടുത്തെ വെക്ടേഴ്സിന്റെ ഇമേജുകളുടെ കളക്ഷൻ ആയിരിക്കും ആ ലീനിയർ മാപ്പിങ്ങിന്റെ ഇമേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ കളക്ഷൻ ഓഫ് T∝ മിനിമൽ പോളിനോമിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a polynomial f of lambda is said to be annihilator if f of a = 0. ഒരു പോളിനോമിയൽ നമുക്ക് ഒരു ഇൻ ടേംസ് ഓഫ് ലാംഡ ഉള്ള ഒരു പോളിനോമിയലിനെ അനിലേറ്റ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് f of a = 0 ആയിരിക്കണം. ഓക്കെ, ഇനി എന്താണ് മോണിക് പോളിനോമിയൽ എന്നാണ്? ദ ലീസ്റ്റ് ഡിഗ്രി ഓവർ ദ ഫീൽഡ് f that annihilates t is called minimal polynomial. The monic polynomial of lowest degree over the field f that annihilates t is called minimal polynomial of t. ഓക്കെ, മോണിക് പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് പവറിന്റെ കോഎഫിഷ്യന്റ് 1 ആയിരിക്കണം എന്നുള്ളതാണ് മോണിക് പോളിനോമിയലിന്റെ കണ്ടീഷൻ. സോ അങ്ങനെയുള്ള പോളിനോമിയലുകളിൽ ഏറ്റവും മിനിമം ഡിഗ്രി വരുന്ന പോളിനോമിയൽ, അതുപോലെ തന്നെ അതൊരു അനിലേറ്ററും കൂടി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? മിനിമൽ പോളിനോമിയൽ ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ലീനിയർ ട്രാൻസ്ഫോർമേഷനിൽ നിന്ന് മെട്രിക്സുകൾ ഒന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ അതിൻ്റെ കേണൽ, ഇമേജ്, മിനിമൽ പോളിനോമിയൽ ചെക്ക് ചെയ്യാൻ ഇത്രയും കാര്യങ്ങളെല്ലാം നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. സോ അത്യാവശ്യം റിയൽ, കോംപ്ലക്സ്, ലീനിയർ ഓൾജിബ്രയിലെ കുറച്ച് പോയിന്റ്സ് എങ്കിലും നിങ്ങൾക്ക് പെട്ടെന്നൊന്ന് ഓർത്തിരിക്കാൻ വേണ്ടി കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത പേപ്പറുകളിലോട്ട് പോകാം. ഹലോ, അപ്പോൾ നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്പർ തിയറിയിൽ നിന്ന് ഒരു ക്വസ്റ്റ്യനും ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ നിന്ന് ഒരു ക്വസ്റ്റ്യനും അതുപോലെ തന്നെ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ നിന്ന് ഒരു ക്വസ്റ്റ്യനുമാണ്. അപ്പോൾ ഈ 3 ക്വസ്റ്റ്യനും നമ്മുടെ പ്രീവിയസ് എക്സാമിന് ചോദിച്ചിട്ടുള്ളത് ആണ്. അപ്പോൾ നന്നായി പഠിക്കുക. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ റിമൈൻഡർ ഒബ്റ്റൈൻഡ് വെൻ 1 factorial + 2 factorial + 3 factorial + etc. 1000 factorial is divided by 5. അതായത് 1 factorial + 2 factorial + 3 factorial + etc. up to 1000 factorialനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എത്രയാണെന്നാണ്. അപ്പോൾ അവിടെ ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷനിൽ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് 0 ആണ്, സെക്കൻഡ് ഓപ്ഷൻ 1 ആണ്, തേർഡ് ഓപ്ഷൻ 2 ആണ്, ആൻഡ് ഫോർത്ത് ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 അപ്പോൾ ഇതെങ്ങനെ സോൾവ് ചെയ്യാൻ സാധിക്കും എന്ന് നമുക്കൊന്ന്
നോക്കാം. ഓക്കെ, അപ്പം ഇതെങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും നോക്കണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യേണ്ട 2 റിസൾട്ടുകൾ ഇവിടെ വളരെ അത്യാവശ്യമാണ്. അതിൽ ഫസ്റ്റ് റിസൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഇതാണ്. ഒരു മിനിറ്റ്. p-1 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസ് കോൺഗ്രുവൻ്റ് ടു -1 മോഡ് p ആയിരിക്കും. ഇത് നമ്മുടെ വിൽസൺസ് തിയറം പറയുന്ന ഇതാണ്. p-1 ഫാക്ടോറിയൽ ഈസ് കോൺഗ്രുവൻ്റ് ടു -1 മോഡ് p. അപ്പോൾ അവിടെ നമുക്ക് അറിയാലോ p എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രൈം നമ്പറാണ്. അപ്പോൾ ഇതാണ് ഈ റിസൾട്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യേണ്ടി വരുന്ന ഫസ്റ്റ് റിസൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സെക്കൻഡ് റിസൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഫ് a ഈസ് കോൺഗ്രുവൻ്റ് ടു b മോഡ് m ആണ്, അല്ലെങ്കിൽ a ഈസ് കോൺഗ്രുവൻ്റ് ടു b മോഡ് p ആണെന്ന് വിചാരിക്കുക. അതുപോലെ തന്നെ c ഈസ് കോൺഗ്രുവൻ്റ് ടു d മോഡ് p ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും, എന്ത് പറയാൻ പറ്റും, a പ്ലസ് c ഈസ് കോൺഗ്രുവൻ്റ് ടു b പ്ലസ് d മോഡ് p ആണെന്ന്. അപ്പോൾ ഈ 2 കാര്യങ്ങളും ഒന്ന് ഓർത്തിരിക്കുക. a ഈസ് കോൺഗ്രുവൻ്റ് ടു b മോഡ് p ആണ്, അതുപോലെ തന്നെ c ഈസ് കോൺഗ്രുവൻ്റ് ടു d മോഡ് p യുമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ a പ്ലസ് c ഈസ് കോൺഗ്രുവൻ്റ് ടു b പ്ലസ് d മോഡ് p ആയിരിക്കും. അതായത് a പ്ലസ് c എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാമല്ലോ, ഇവിടുത്തെ ഈ 2 നമ്പേഴ്സിൻ്റെ സമ്മ് ഈസ് കോൺഗ്രുവൻ്റ് ടു ഈ 2 നമ്പേഴ്സിൻ്റെ സമ്മ് മോഡ് p ആയിരിക്കുമെന്നാണ് ഈ റിസൾട്ട് പറയുന്നത്. അപ്പോൾ ഈ 2 റിസൾട്ടുകൾ യൂസ് ചെയ്തുകൊണ്ട് ഈ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും? അപ്പോൾ നമുക്കറിയാലോ, എന്തറിയാം, 1 ഫാക്ടോറിയൽ ഈസ് കോൺഗ്രുവൻ്റ് ടു 1 മോഡ് p, അല്ലെങ്കിൽ 1 ഫാക്ടോറിയൽ ഈസ് കോൺഗ്രുവൻ്റ് ടു 1 മോഡ് 5 ആണെന്ന് നമുക്കറിയാം അല്ലേ. 1 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ആണെന്ന് അറിയാലോ. അപ്പോൾ അതുകൊണ്ട് 1 - 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0 ആണ്. 0നെ നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പം ഈ റിസൾട്ട് നമുക്കറിയാം, അത് ട്രൂ ആണ്. അപ്പോൾ അതുപോലെ തന്നെ 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാലോ ഈസ് കോൺഗ്രുവൻ്റ് ടു 2 മോഡ് 5 ആയിരിക്കുമല്ലോ. ഓക്കെ, അതുപോലെ തന്നെ 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്, 6 ആണ്. 6 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസ് 1 മോഡ് 5 ആയിരിക്കുമല്ലോ. അതുപോലെ 4 ഫാക്ടോറിയൽ ആണെങ്കിലോ, 4 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 24 ആണ് വരുന്നത്. 24 ഈസ് കോൺഗ്രുവൻ്റ് ടു -1 മോഡ് 5 ആയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കണം. പിന്നെ നെക്സ്റ്റ് വൺ വരുന്നത് 5 ഫാക്ടോറിയൽ ആണ്. കാരണം നമ്മുടെ ക്വസ്റ്റിനകത്ത് 1 ഫാക്ടോറിയൽ പ്ലസ് 2 ഫാക്ടോറിയൽ പ്ലസ് 3 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര അപ് ടു 1000 ഫാക്ടോറിയൽ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 4 ഫാക്ടോറിയൽ വരെയുള്ള സംഭവങ്ങൾ കണ്ടു നോക്കി. ഇനി 5 ഫാക്ടോറിയലിൻ്റെ കേസ് വരുവാണെങ്കിൽ എന്താണ്, 5 ഫാക്ടോറിയലിനെ നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ 6 ഫാക്ടോറിയൽ എടുക്കുവാണെങ്കിലും അതിനെ നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ 7 ഫാക്ടോറിയൽ എടുക്കുവാണെങ്കിലും എല്ലാം 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. അതായത് 5 ഫാക്ടോറിയൽ മുതൽ 5 ഫാക്ടോറിയൽ ഈസ് കോൺഗ്രുവൻ്റ് ടു 0 മോഡ് 5 ആയിരിക്കും. അതുപോലെ തന്നെ 6 ഫാക്ടോറിയൽ ആണെങ്കിലും അത് ഈസ് കോൺഗ്രുവൻ്റ് ടു 0 മോഡ് 5 ആയിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ 1000 ഫാക്ടോറിയൽ എടുക്കുവാണെങ്കിലും അതും 0 മോഡ് 5 ആയിരിക്കും. കാരണം 1000 ഫാക്ടോറിയൽ എന്തായാലും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. അപ്പം നമുക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റും, ഇതെല്ലാം കൂടി ആഡ് ചെയ്താൽ മതി. അതായത് ഈ റിസൾട്ട് പറഞ്ഞിരിക്കുന്നില്ലേ, ഈ a ഈസ് കോൺഗ്രുവൻ്റ് ടു b മോഡ് p യും c ഈസ് കോൺഗ്രുവൻ്റ് ടു d മോഡ് p യും ആണെങ്കിൽ a പ്ലസ് ഈസ് കോൺഗ്രുവൻ്റ് ടു b പ്ലസ് d മോഡ് p എന്ന് പറയുന്ന റിസൾട്ട് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ LHS എല്ലാം കൂടെ ആഡ് ചെയ്യാം, RHSും എല്ലാം കൂടി ആഡ് ചെയ്യാം. ഈ 5 ഫാക്ടോറിയൽ മുതൽ ഉള്ള സംഭവത്തിൻ്റെ ആഡ് ചെയ്യേണ്ട ആവശ്യം ശരിക്കും പറഞ്ഞാൽ ഇല്ല. കാരണം അതെല്ലാം 0 മോഡ് 5 ആണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ RHS എന്ന് പറയുന്നത് ഫുള്ള് 0 ആയിരിക്കും ഇതിന് ശേഷമുള്ളത്. അപ്പോൾ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, 1 ഫാക്ടോറിയൽ പ്ലസ് 2 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര 1000 ഫാക്ടോറിയൽ ഈസ് കോൺഗ്രുവൻ്റ് ടു 1 പ്ലസ് 2 3 3 പ്ലസ് 1 4 4 മൈനസ് 1 3. ബാക്കിയെല്ലാം 0 ആയിരിക്കുമല്ലോ. അപ്പോൾ അത് നമുക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ 3 മോഡ് 5 എന്ന് വരും. അപ്പോൾ ഇതായിരിക്കും അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. അതായത് 1 ഫാക്ടോറിയൽ പ്ലസ് 2 ഫാക്ടോറിയൽ പ്ലസ് 3 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര 1000 ഫാക്ടോറിയലിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 ആയിരിക്കും. അപ്പോൾ ഈ രീതിയിൽ നമുക്കിത് സോൾവ് ചെയ്യാൻ പറ്റും. ഞാൻ അതെല്ലാം ഡീറ്റെയിൽഡായിട്ട് അങ്ങനെ ചെയ്യുന്നില്ല.
നമുക്കിത് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നതെന്നുള്ള മെത്തേഡ് നമുക്ക് പറഞ്ഞു തരാൻ പറ്റും. അപ്പോൾ ഇത് പി ഡിയിൽ നിന്ന് വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. y² ഇൻറ്റു ഡോ ഇസഡ് ബൈ ഡോ എക്സ് മൈനസ് xy ഇൻറ്റു ഡോ ഇസഡ് ബൈ ഡോ വൈ ഈക്വൽ ടു എക്സ് ഇൻറ്റു ഇസഡ് മൈനസ് 2y. അപ്പോൾ ഇത് സോൾവ് ചെയ്യാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൻ്റെ ആൻസറായിട്ട് വരുന്നത് ഇതാണ് 5(x² + y², y ഇൻറ്റു y മൈനസ് z ഈക്വൽ ടു 0 എന്ന് പറഞ്ഞത്. കാരണം ബാക്കി ഓപ്ഷൻസ് എല്ലാം എഴുതിയിട്ടില്ല എന്നേ ഉള്ളൂ. അപ്പോൾ ഇതെങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും ഇത് നോക്കിയത് ഇപ്പം നമ്മുടെ PP + QQ ഈക്വൽ ടു R എന്ന് പറയുന്ന ഫോമിലാണ്. അപ്പോൾ ഇവിടെ P എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ y² ആണ്. അതായത് ഇതിൻ്റെ ഓക്സിലറി ഇക്വേഷൻ എഴുതുമ്പോൾ dx ബൈ y² ഈക്വൽ ടു dy ബൈ മൈനസ് xy ഈക്വൽ ടു dz ബൈ x ഇൻറ്റു z മൈനസ് 2y ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിലെ ഫസ്റ്റ് രണ്ട് റേഷ്യോസ് ഇക്വേറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് x² + y² ഈക്വൽ ടു C1 എന്ന് കിട്ടും. ഓക്കെ, അതായത് നമ്മൾ അതിൻ്റെ ഫൈനൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് 5(c1 c2 ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഫോമിലായിരിക്കും വരുന്നത്. അപ്പോൾ അവിടെ C1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സംഭവമായിരിക്കും കേട്ടോ, x² + y² അല്ല x² + y² എന്നായിരിക്കും അത് കിട്ടുന്നത്. ഈ പറയുന്ന രണ്ട് റേഷ്യോസ് ഇക്വേറ്റ് ചെയ്താൽ മതി. ഈ രണ്ട് റേഷ്യോസ് ഇക്വേറ്റ് ചെയ്തിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. കാരണം ഇവിടെ ഒരു y എന്ന് പറയുന്ന ടൈം ഇവിടെ നിങ്ങളുടെ ക്യാൻസൽ ആകുന്നുണ്ട് അല്ലേ. അപ്പം ബാലൻസ് ജസ്റ്റ് ഒന്ന് വേരിയബിൾ സെപ്പറബിൾ മെത്തേഡിൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് x² + y² എന്ന് കിട്ടും. ഇനി സെക്കൻഡ് സൊല്യൂഷൻ കിട്ടാൻ വേണ്ടി, അത് y ഇൻറ്റു y മൈനസ് z എന്ന് പറയുന്ന സൊല്യൂഷൻ കിട്ടാൻ വേണ്ടി ഈ രണ്ട് റേഷ്യോസ് ഇക്വേറ്റ് ചെയ്താൽ മതി. അതൊന്ന് കാണിക്കാം, കാരണം നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്നത് ചിലപ്പം അവിടെ ആയിരിക്കും. അപ്പോൾ ആ രണ്ട് റേഷ്യോസ് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ x എന്ന് പറയുന്ന ടൈം ക്യാൻസലായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അത് dy ബൈ മൈനസ് y ഈക്വൽ ടു dz ബൈ z മൈനസ് 2y എന്ന് വരും. ഇനി ജസ്റ്റ് ഒന്ന് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുവാണ്. അതായത് z dy മൈനസ് 2y dy ഈക്വൽ ടു മൈനസ് y dz എന്ന് വരും. അപ്പോൾ ഇനി എന്ത് ചെയ്യണം, ഈ 2y dy ഇപ്പുറത്തേക്ക് എടുക്കുക, മൈനസ് y dz ഇപ്പുറത്തേക്ക് എടുക്കുക. അപ്പോൾ അങ്ങനെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് വരും, z dy പ്ലസ് y dz ഈക്വൽ ടു 2y dy എന്ന് വരും. ഇനി രണ്ട് സൈഡും ഇൻ്റഗ്രേറ്റ് ചെയ്യുക. രണ്ട് സൈഡും ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ yz എന്ന് വരില്ലേ, ഇതാണെങ്കിൽ y² എന്ന് വരും പ്ലസ് C2 എന്ന് വരും. അതായത് yz മൈനസ് y² എന്ന് വരും. അപ്പോൾ ഒരു സൈൻ്റെ വ്യത്യാസമൊക്കെ ചിലപ്പം ഉണ്ടായെന്നൊക്കെ ഇരിക്കും, അത് കാര്യമാക്കി എടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് ഇപ്പോൾ നമ്മൾ ഇപ്പം ഇപ്പുറത്തേക്ക് എടുത്തേക്കുന്നതുകൊണ്ടാണ്. ഇപ്പോൾ എല്ലാം കൂടെ അപ്പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ അത് ആ പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ല. അപ്പോൾ എന്തായാലും ഈ രീതിയിലാണ് നമ്മളിത് സോൾവ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ yz, അപ്പോൾ ഇത് ഇപ്പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ y ഇൻറ്റു z മൈനസ് y എന്ന് വരും, ഈക്വൽ ടു കോൺസ്റ്റൻ്റ് എന്നല്ല വരുന്നത്. അപ്പോൾ രണ്ട് സൈഡും ഒരു -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ y ഇൻറ്റു y മൈനസ് z ഈക്വൽ ടു C2 എന്ന് പറയുന്ന ഫോമിൽ നമുക്ക് ആൻസറും കിട്ടും. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ y² ഇൻറ്റു ഡോ ഇസഡ് ബൈ ഡോ എക്സ് മൈനസ് xy ഇൻറ്റു ഡോ ഇസഡ് ബൈ ഡോ വൈ ഈക്വൽ ടു x ഇൻറ്റു ഇസഡ് മൈനസ് 2y ഈക്വൽ ടു 0 എന്ന് പറയുന്ന PDE സോൾവ് ചെയ്തെടുക്കാൻ സാധിക്കും. ഇനി നെക്സ്റ്റ് വൺ വരുന്നത് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. 1 മൈനസ് y² ഇൻറ്റു dx ബൈ dy പ്ലസ് yx ഈക്വൽ ടു ay. അപ്പോൾ ഒരു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അത് പല മെത്തേഡുകളിൽ നമുക്കൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ അതിലേത് മെത്തേഡ് അപ്ലൈ ചെയ്യണം എന്നുള്ള കാര്യത്തിൽ കൺഫ്യൂഷൻ വരാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഇതിനെ dy ബൈ dx അല്ലെങ്കിൽ dx ബൈ dy എന്ന് പറയുന്ന ഫോമിലേക്ക് ഈ തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷനെ ഒന്ന് റീറൈറ്റ് ചെയ്യുക. കാരണം dy ബൈ dx എന്ന് പറഞ്ഞ് എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് മനസ്സിലാവും ചിലപ്പോൾ അത് dy ബൈ dx പ്ലസ് py ഈക്വൽ ടു q എന്ന് പറയുന്ന ഫോമാണോ അതെയോ dx ബൈ dy പ്ലസ് px ഈക്വൽ ടു q എന്ന് പറയുന്ന ഫോമാണോ എന്ന് നമുക്ക് അങ്ങനെ ഒന്ന് റീറൈറ്റ് ചെയ്ത് എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും. അതുമല്ല ഇനി മറ്റേ സംഭവമാണ്, അത് ഡോ എം ബൈ അതല്ല, അത് 1/n ഇൻറ്റു
ഡോ എം ബൈ ഡോ വൈ ആണോ അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഇങ്ങനെ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും. ഇതിപ്പോൾ എന്തായാലും നമുക്കൊരു ഡി വൈ ബൈ ഡി എക്സ് ഇതിപ്പോൾ അങ്ങനെ എഴുതി നോക്കേണ്ട ആവശ്യമില്ല. നോക്കിയത് ഡി എക്സ് ബൈ ഡി വൈ എന്ന് പറയുന്ന ഫോമിലാണ് എന്തായാലും ഈ സംഭവത്തിനകത്ത് നമ്മുടെ ക്വസ്റ്റിൻ്റെ അകത്തുള്ളത്. അപ്പോൾ എന്തായാലും ഇത് ഡി എക്സ് ബൈ ഡി വൈ പ്ലസ് പി എക്സ് ഈക്വൽ ടു ക്യൂ എന്ന് പറയുന്ന ഫോമിൽ ആകാനാണ് ചാൻസ് കൂടുതൽ. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ഡി എക്സ് ബൈ ഡി വൈ ആ ഫോമിലൊന്ന് എഴുതി നോക്കാം. അതിനുവേണ്ടി ഇവിടെ 1 മൈനസ് വൈ സ്ക്വയറും കൊണ്ട് ഈ പറയുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷനെ ഫുള്ളായിട്ടങ്ങ് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഏത് രീതിയിൽ മാറും? ഡി എക്സ് ബൈ ഡി വൈ പ്ലസ് വൈ ബൈ 1 മൈനസ് വൈ സ്ക്വയർ ഇൻറ്റു എക്സ് ഈക്വൽ ടു എ വൈ ബൈ 1 മൈനസ് വൈ സ്ക്വയർ എന്ന് വരും അല്ലേ. ഇതിപ്പോൾ നോക്കിയത് ഇപ്പോൾ ഡി എക്സ് ബൈ ഡി വൈ പ്ലസ് പി എക്സ് ഈക്വൽ ടു ക്യൂ എന്ന് പറയുന്ന ഫോമിലാണ്. അവിടെ എന്തായിരുന്നു കണ്ടീഷൻ? പി എന്ന് പറയുന്നത് ഇസ് എ ഫംഗ്ഷൻ ഓഫ് കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ ഓർ വൈ ഒള്ളി ആയിരിക്കണം, അതുപോലെ തന്നെ ക്യൂവും. അപ്പോൾ എന്തായാലും ആ കണ്ടീഷനെല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഏത് രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും? ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് ഇ റേസ് ടു ഇൻ്റഗ്രൽ പി ഡി വൈ ആണ്. അപ്പോൾ ഇവിടെ പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു? വൈ ബൈ 1 മൈനസ് വൈ സ്ക്വയർ. അപ്പോൾ വൈ ബൈ 1 മൈനസ് വൈ സ്ക്വയറിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഫൈനൽ ആൻസറിലോട്ട് എത്തും. അത് ഇ റേസ് ടു ഇൻ്റഗ്രൽ പി ഡി വൈ എടുത്താൽ മതി. അപ്പോൾ ഇതെങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും? അതും മൊത്തം പറയുന്നില്ല, ഒരു ഷോർട്ട് കട്ട് പറയാം. ഷോർട്ട് കട്ട് എന്നല്ല, നോക്കി നമ്മുടെ ഒരു മുകളിലൊരു -2y കൊണ്ട് അല്ലെങ്കിൽ ഒരു -2 കൊണ്ട് ഇൻറ്റു ചെയ്തു. അപ്പോൾ മുകളിലൊരു -2 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ താഴെയും ഒരു -2 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പോൾ -2 കൊണ്ട് ഇൻറ്റു ചെയ്യുന്നതിന് പകരം ഈ 1 മൈനസ് വൈ സ്ക്വയർ എന്നുള്ളത് വൈ സ്ക്വയർ മൈനസ് 1 ആക്കി. ഓക്കെ, അപ്പം അതിന് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്കൊരു -1/2 കോമൺ എടുക്കാമല്ലോ. -1/2 കോമൺ എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് 2y ഡിവൈഡ് ബൈ വൈ സ്ക്വയർ മൈനസ് 1 എന്ന് വരും. നോക്കി, ഇപ്പോൾ ഇവിടെ വൈ സ്ക്വയർ മൈനസ് 1ൻ്റെ നേരെ ഡെറിവേറ്റീവാണ് മുകളിൽ നിൽക്കുന്ന 2y. അപ്പോൾ അത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? -1/2 ഇൻറ്റു ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ -1/2 ഇൻറ്റു ലോഗ് വൈ സ്ക്വയർ മൈനസ് 1 എന്ന് വരും. ഈ ലോഗ് വൈ സ്ക്വയർ മൈനസ് 1 വേണമെങ്കിൽ നമുക്ക് ലോഗ് വൈ സ്ക്വയർ മൈനസ് 1 ദ ഹോൾ റേസ് ടു -1/2 എന്ന് എഴുതാം. അതായത് ഇ റേസ് ടു എന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വൈ സ്ക്വയർ മൈനസ്, അതായത് ഇതിൻ്റെ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ വരുമ്പോൾ എന്താ വരുന്നത്? വൈ സ്ക്വയർ മൈനസ് 1 ഹോൾ റേസ് ടു -1/2 എന്ന് വരും. അപ്പോൾ ഇതായിരിക്കും ഇതിൻ്റെ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടറായിട്ട് വരുന്നത്. അപ്പോൾ ഈ രീതിയിൽ ഈ പറയുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ പഠിക്കുക. എന്തെങ്കിലും ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ, അതുപോലെ തന്നെ ഓർത്തോഗണൽ ട്രാജക്ടറി, ഈ പറയുന്ന സെക്ഷൻസ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് അബ്സ്ട്രാക്റ്റ് ആൾജിബ്രയിലെ ഏതൊക്കെ ടോപ്പിക്കാണ് നമ്മുടെ റിവിഷനിൽ മസ്റ്റായിട്ടും ഇൻക്ലൂഡ് ചെയ്യേണ്ടത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഇതുവരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ 2023 ലാസ്റ്റ് നടന്ന ക്വസ്റ്റ്യൻ പേപ്പർ വരെ നോക്കുമ്പോൾ എപ്പോഴും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തായാലും നിങ്ങൾ നിങ്ങളുടെ റിവിഷനിൽ ഉൾപ്പെടുത്തണം. അപ്പോൾ നമുക്ക് കൂടുതൽ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസിലേക്ക് ഒന്നും പോകേണ്ട കാര്യമില്ല. വളരെ ഈസി ആയിട്ടുള്ളത് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റിയ സെക്ഷൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കറസ്പോണ്ടിങ് ക്വസ്റ്റ്യനിൻ്റെ തിയറി പാർട്ട് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഓരോ പ്രോബ്ലം പറയുമ്പോഴും അതിലെന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളൊരു കാര്യം ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ എല്ലാവരും കൃത്യമായി ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതാണ്: ദ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ദ ഗ്രൂപ്പ് ഓഫ് യൂണിറ്റ്സ് ഓഫ് ദ റിംഗ് Z50 അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ Z50 എന്ന് പറയുന്ന റിങ്ങിൻ്റെ യൂണിറ്റ്സ് അല്ലേ, യൂണിറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയണം. അതുപോലെ തന്നെ നമുക്കറിയാം എന്താണ് ഒരു റിങ്ങിലെ യൂണിറ്റുകളുടെ കളക്ഷൻ എന്ത് ഫോം ചെയ്യുന്ന റിംഗ് ഗ്രൂപ്പ് ഫോം ചെയ്യുമെന്ന് അറിയാം അല്ലേ. അപ്പോൾ നമുക്ക് ആ ഗ്രൂപ്പിൽ ഇവിടെ പറയുന്ന Z50 എന്ന് പറയുന്ന ആ റിങ്ങിൻ്റെ
യൂണിറ്റുകളുടെ ഗ്രൂപ്പ് എടുക്കുകയാണെങ്കിൽ ആ ഗ്രൂപ്പിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട് എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ നമ്മൾ യൂണിറ്റിൻ്റെ ഡെഫിനേഷൻ ഒന്ന് ജസ്റ്റ് പറയാം. ആർ എന്ന് പറയുന്ന ഒരു റിങ്ങിലെ ഒരു എലമെൻ്റ് ആണ് എ ബിലോങ് ടു ആർ. ഓക്കെ, എ നോട്ട് ഈക്വൽ ടു 0 ആണ്. ദിസ് എ ഈസ് സെഡ് ടു ബി എ യൂണിറ്റ്. യൂണിറ്റ് എന്ന് പറയുന്നതിനുള്ള കണ്ടീഷൻ there exists b not equal to 0 such that a into b is equal to 1 ആയിരിക്കണം. അതാണ് യൂണിറ്റിൻ്റെ ഡെഫിനേഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് സെഡനിൻ്റെ കേസിനകത്ത് ഈ യൂണിറ്റ് കണ്ടുപിടിക്കാനായിട്ട് ഒരു കാര്യം ഓർത്ത് വയ്ക്കുക. നമുക്കറിയാം സെഡനിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട്? n എലമെൻറ്റ്സ് ഉണ്ട്. 0, 1, 2 എക്സെട്ര n-1 ആണ് അതിലെ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലെ യൂണിറ്റ്സ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? എന്നിനോട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ട് വരുന്ന ഏതൊക്കെ കേസ് എവിടെയുണ്ട്? സെഡനിലുണ്ട്. റിലേറ്റീവ്ലി പ്രൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ GCD 1 ആയിട്ട് വരുന്ന. ഓക്കെ, അപ്പോൾ അതായത് സെഡനിലെ ഏതൊക്കെ എലമെൻറ്റ്സ് ആണോ എന്നിനോട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ട് വരുന്നത് അതെല്ലാം എന്തായിരിക്കും? സെഡനിൻ്റെ യൂണിറ്റ്സ് ആയിരിക്കും അല്ലേ? അപ്പോൾ ഇത് എത്ര എണ്ണം ഉണ്ട്? ഇത് നമ്മൾ 5 of n എലമെൻറ്റ്സ് ആയിരിക്കും അതിനകത്ത് ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. മസ്റ്റായിട്ട് നിങ്ങളിത് പഠിച്ചിട്ട് പോകണം. ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് മിക്കപ്പോഴും നമ്മൾ ഒട്ടുമിക്ക എക്സാമിനും ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം ഓർത്ത് വയ്ക്കുക. ഇനി 5 of n കാര്യം നമ്മൾ ഓൾറെഡി ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തതാണ്. അതായത് ഫൈവ് ഓഫ് എൻ എങ്ങനെ കണ്ടുപിടിക്കുക? 5 of n ആദ്യം നമ്മൾ എന്നിനെ പ്രൈം ഫാക്ടറൈസ് ചെയ്യുക അല്ലേ? എന്നിനെ പ്രൈം ഫാക്ടറൈസ് ചെയ്ത് കഴിയുമ്പോൾ p1 പവർ n1, p2 പവർ n2 അങ്ങനെ എക്സെട്ര pr പവർ nr. എന്നിട്ട് എന്ത് ചെയ്യണം? എന്നിട്ട് നമ്മൾ 5 of n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 of n is equal to n ഇൻറ്റു ഇതിൽ എത്ര പ്രൈംസ് ഉണ്ട്? p1, p2, pr ഒക്കെ എന്താണ്? പ്രൈംസ് ആണ്. അപ്പോൾ 1 - 1 by p1 ഇൻറ്റു 1 - 1 by p2 അങ്ങനെ എത്ര പ്രൈംസ് ഉണ്ടോ അത്രയും പ്രൈംസിനെ 1ൽ നിന്ന് മൈനസ് ചെയ്ത് അതായത് 1 - 1 by pr ഇങ്ങനെ എഴുതുക. അപ്പോൾ ഇതാണ് 5 of n എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കാര്യം ഓർക്കുക, സെഡനിൽ എത്ര യൂണിറ്റ്സ് ഉണ്ട്? യൂണിറ്റ്സ് എന്ന് പറയുന്നത് 5 of n യൂണിറ്റ്സ് ഉണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് 5 of 50 കണ്ടുപിടിച്ചാൽ മതി. 5 of 50 അല്ലേ? 5 of 50 കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം 50നെ പ്രൈം ഫാക്ടറൈസ് ചെയ്യാം അല്ലേ? 50നെ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്ത് നോക്കുക. 50നെ 2 ഇൻറ്റു എങ്ങനെ എഴുതാം? 2 ഇൻറ്റു 25 ആണ് 50. 25നെ 5 സ്ക്വയറിന് എഴുതാൻ പാടില്ലേ അല്ലേ? അതായത് 2 power 1 ഇൻറ്റു 5 power 2 അതാണ് നമ്മുടെ 50 എന്ന് പറയുന്നത്. അപ്പോൾ 5 of 50 കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ 50ക്ക് പകരം എന്ത് എഴുതാം? 2 ഇൻറ്റു 5 power 2 ഇൻറ്റു ഏതൊക്കെ പ്രൈംസ് ആണ്? 2 ഉണ്ട് 5 ഉണ്ട്. അപ്പോൾ 1 - 1 by 2 ഇൻറ്റു 1 - 1 by 5 ചെയ്യാം. ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് റൈറ്റ് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ എത്ര വരും? അത് മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ എളുപ്പത്തിലാക്കുക. ഇത് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 1 - 1 by 2 എന്ന് പറയുന്നത് 1 by 2 വരും. 1 - 1 by 5 എന്ന് പറയുന്നത് 4 by 5 വരും ഇൻറ്റു 4 by 5 അല്ലേ? ഇനി ഈ 5ഉം ഇതിലൊരു 5ഉം ക്യാൻസൽ ചെയ്യുക. ഇതിലെ ഒരു 2ഉം ഈ 2ഉം ക്യാൻസൽ ചെയ്യുക. ബാക്കി 5 ഇൻറ്റു 4 20. അപ്പോൾ 20 ആയിരിക്കും ആൻസർ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ റിംഗ് സെറ്റ് 6 ക്രോസ് സെറ്റ് 8. ഇപ്പോൾ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഇപ്പോൾ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? ഇപ്പോൾ ഒരു റിങ്ങിലെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ലീസ്റ്റ് പോസിറ്റീവ് ഇൻറ്റീജർ n such that n into a equal to 0 for all a belonging to R. ഇതാണ് ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ഡെഫിനേഷൻ. എന്താണ്? അതായത് n into ഈക്വൽ ടു 0 ആകുന്ന ഈ എയിലെ ആറിലെ എല്ലാ എലമെൻസിനും n into a ഈക്വൽ ടു 0 ആകുന്ന ഏറ്റവും ചെറിയ പോസിറ്റീവ് ഇൻറ്റീജർ ആണ് എന്ത്? ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. n into a ഈക്വൽ ടു 0 ആകുന്ന അതായത് ആറിലെ എല്ലാ എലമെൻസിനും എന്താവണം? നമ്മൾ ആ n ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ n into ആറിലെ എല്ലാ എലമെൻറ്റും ചെയ്ത് കഴിഞ്ഞാൽ 0 കിട്ടണം. അങ്ങനെയുള്ള ഏറ്റവും ചെറിയ എന്നിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. പിന്നെ ഓർക്കേണ്ട കാര്യം, സെഡ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സെഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് n ആണ്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സെഡ് ഈക്വൽ ടു n ആണ്. ഓക്കെ, ആ ഒരു കാര്യം ഓർത്ത് വയ്ക്കുക. ഇനി ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? സെഡ് 6 ക്രോസ് സെഡ് 8ൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അടുത്ത ഓർക്കേണ്ട ഏതാണ്? ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സെഡ് n ക്രോസ്
Zn cross Zm is equal to LCM of characteristics of Zn characteristics of Zm. അതാണ്, അതായത് Znന്റെ ക്യാരക്ടറിസ്റ്റിക്സിൻ്റെയും Zmന്റെ ക്യാരക്ടറിസ്റ്റിക്സിൻ്റെയും LCM ആണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് Zn ക്രോസ് Zm എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് വേണം? Z6ന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അറിയണം അല്ലേ? ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് Z6 ഈക്വൽ ടു Znന്റെ എന്നായതുകൊണ്ട് Z6ന്റെ 6 ആയിരിക്കും. Z8ന്റെ എന്തായിരിക്കും വരിക? Z8ന്റെ 8 ആയിരിക്കും. ഇനി നമുക്ക് എന്തിൻ്റെ കണ്ടുപിടിക്കേണ്ടത്? ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് Z6 ക്രോസ് Z8 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? LCM ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് Z6 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് Z8. അതായത് എന്താണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് Z8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 6ഉം Z6 എന്ന് പറയുന്നത് 6ഉം പിന്നെ 8ന്റെ Z8ന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? 8 ആണ്. അപ്പോൾ നമ്മൾ എങ്ങനെ LCM കണ്ടുപിടിക്കാം? അറിയാത്തവർ ഇങ്ങനെ ചെയ്ത് നോക്കുക. കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇത് 2 വെച്ചിട്ട് പറ്റും. 3ഉം 4ഉം വരും അല്ലേ? അപ്പോൾ ഇവിടെ എന്ത് വരും? LCM എന്ന് പറയുന്നത് 24 ആണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താ വരിക? 24 ആണ് ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നത്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം ഇതാണ്. കുറച്ചധികം ക്വസ്റ്റ്യൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ചെയ്ത 2 ക്വസ്റ്റ്യനും ആരെ ബന്ധപ്പെടുത്തിയിട്ടുള്ള ക്വസ്റ്റ്യനാണ്? ഒക്കെ നമ്മുടെ Zn ബേസ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, Zn എന്ന് പറയുന്ന ഗ്രൂപ്പ് എത്രമാത്രം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ആലോചിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗ്രൂപ്പിലും വരുന്നുണ്ട്, റിങ്ങിലും വരുന്നുണ്ട് Zn എന്ന് പറയുന്നത്. അപ്പോൾ പെട്ടെന്ന് ഓർക്കുന്നതിന് വേണ്ടി എല്ലാ റിസൾട്ടുകളും Zn മാത്രം പ്രോപ്പർട്ടീസ് ഒരു പേപ്പറിൽ എഴുതി വെക്കുക. എന്നിട്ട് അതെന്തായാലും നിങ്ങൾ പഠിച്ചിട്ട് പോകണം കേട്ടോ. അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആണത്. ഇനി അടുത്തത് ഓർഡർ ഓഫ് 1, 2 ഇൻ ദ ഗ്രൂപ്പ് Z6 ക്രോസ് തന്നെ പറയാം, ഡയറക്റ്റ് സം ആണ്. Z6 ക്രോസ് Z8. അപ്പോൾ നേരത്തെ നമ്മൾ Z6 ക്രോസ് Z8ന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് കണ്ടുപിടിച്ചത്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താണ്? 1, 2 എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ ഓർഡർ, ഈ ഗ്രൂപ്പിൽ 1, 2 എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ ഓർഡറാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് സൈഡിലോട്ട് നീക്കാവേ. ഓക്കെ, അപ്പോൾ ഇവിടെ കാണാം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് വേണം? ജനറലായിട്ട് എങ്ങനെയാണെന്ന് പറയാം. Zn ക്രോസ് Zm. അപ്പോൾ ഇതിലെ ഒരു എലമെൻ്റ് ആണ് ഓർഡർഡ് പെയർ AB എന്ന് പറയുന്നത്. ഇതിലെ ഒരു എലമെൻ്റ് ആണ്. എന്ന് വെച്ചാൽ എന്താ? ഓർഡർഡ് പെയർ AB Zn ക്രോസ് Zmലെ എലമെൻ്റ് ആണെങ്കിൽ A എന്ന് പറയുന്നത് Znലെ എലമെൻ്റ് ആണ്, B എന്ന് പറയുന്നത് Zmലെ എലമെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഈ എലമെൻറ്റിൻ്റെ ഓർഡർ കണ്ടുപിടിക്കണം. ഈ എലമെൻറ്റിൻ്റെ ഓർഡർ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഓർഡർ ഓഫ് ഓർഡർഡ് പെയർ AB, ഓർഡർഡ് പെയർ ABയുടെ ഓർഡർ കണ്ടുപിടിക്കാനായിട്ട് ഇവിടെയും എന്ത് ചെയ്യണം? LCM തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത്. LCM ഓഫ് ഓർഡർ ഓഫ് A, ഓർഡർ ഓഫ് B. അപ്പോൾ ഓർഡർ ഓഫ് എയും ഓർഡർ ഓഫ് ബിയും കണ്ടുപിടിച്ചതിന് ശേഷം അവരുടെ LCM എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഇനി എന്താ ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു എലമെൻറ്റിൻ്റെ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ആ എലമെൻറ്റിനെ എത്ര തവണ ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ്. ഇപ്പോൾ ഇവിടുത്തെ കേസിനകത്ത് അഡീഷൻ മോഡിലോ ആണ് ഇവിടുത്തെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ എത്ര തവണ ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ഐഡൻറ്റിറ്റി ആയി 0 കിട്ടുക, അതാണ് നമ്മുടെ ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ Znലെ ഒരു എലമെൻ്റായ Kയുടെ ഓർഡർ കണ്ടുപിടിക്കണം. K ബിലോങ് ടു Zn ആണ്. ഓർഡർ ഓഫ് K എന്ന് പറയുന്നത് എന്തായിരിക്കണം? എന്താണ്? n ഡിവൈഡഡ് ബൈ GCD ഓഫ് n ആൻഡ് K, അതാണ് ഓർഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ കേസിനകത്ത് ഓർഡർ ഓഫ് 6 എന്ത് വരും? ഓർഡർ ഓഫ് 6 എവിടെ കണ്ടുപിടിക്കണം? Z6ലെ വേണം കണ്ടുപിടിക്കാനായിട്ട്. Z6ൽ 6ൻ്റെ ഓർഡർ എന്താ? 6ൻ്റെ അല്ല കണ്ടുപിടിക്കാനുള്ളത്, നമ്മുടെ 1ഉം 2 അല്ലേ? 1ൻ്റെ ഓർഡറാണ് കണ്ടുപിടിക്കാനുള്ളത്, 6ൻ്റെ അല്ല കേട്ടോ, സോറി മാറിപ്പോയി പറഞ്ഞത്. അപ്പോൾ ഇവിടെ 1 കൊടുക്കുക, ഓർഡർ ഓഫ് 1 അല്ലേ? 1ൻ്റെ ഓർഡർ 6 ഡിവൈഡഡ് ബൈ GCD ഓഫ് 6 ആൻഡ് 1. 1ൻ്റെ 6ൻ്റെ GCD എന്താ? 1നെ 6നെ കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റിയത് ആരെ കൊണ്ട് ഏറ്റവും വലിയ നമ്പർ ഏതാ? 1 അല്ലേ? അപ്പോൾ 6/1 എന്ന് പറയുന്നത് എന്ത് വരും? 6 വരും. അപ്പോൾ 1ൻ്റെ ഓർഡർ നമുക്ക് കിട്ടി എന്താണ്? അതായത് ഓർഡർ ഓഫ് 1, 2 ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ദാറ്റ് ഈസ് ഈക്വൽ ടു LCM ഓഫ് ഓർഡർ ഓഫ് 1, ഓർഡർ ഓഫ് 2 അല്ലേ? അപ്പോൾ ഓർഡർ ഓഫ് 1 എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി?
ഓർഡർ ഓഫ് 1 എന്ന് പറയുന്ന 6 നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്ത് വേണം? ഓർഡർ ഓഫ് 2 വേണം അല്ലേ? ഓർഡർ ഓഫ് 2 നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഞാനിപ്പോൾ ഇത് മാറ്റിയാണ് ഇവിടെ. ഓർഡർ ഓഫ് 2 എവിടെയാണ് കണ്ടുപിടിക്കുന്നത്? 2 എന്ന് പറയുന്നത് Z8 എലമെന്റ് ആണ്. ഓക്കെ, അപ്പോൾ ഓർഡർ ഓഫ് 2 ഈക്വൽ ടു 8 ഡിവൈഡഡ് ബൈ GCD ഓഫ് 2 and 8 അല്ലെങ്കിൽ 8 and 2. 8ൻ്റെയും 2ൻ്റെയും കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ സംഖ്യ എന്ന് പറയുന്നത് 2 ആണ് അല്ലേ? അപ്പോൾ 8/2 4 നമുക്ക് ഉത്തരം കിട്ടുക. അപ്പോൾ ഓർഡർ ഓഫ് 1 എന്ന് പറയുന്നത് 6ഉം ഓർഡർ ഓഫ് 2 എന്ന് പറയുന്നത് 6ഉം കിട്ടി. 6 അല്ല 4ഉം കിട്ടി അല്ലേ? 8/2 4ഉം കിട്ടി. അപ്പോൾ നമുക്ക് അവരുടെ LCM കണ്ടുപിടിക്കുക. അതായത് 6ഉം പിന്നെന്താണ് 4ഉം ആണ് കിട്ടിയിട്ടുള്ളത്. 6ൻ്റെയും 4ൻ്റെയും LCM കണ്ടുപിടിക്കുക. എന്താണ് 6ൻ്റെയും 4ൻ്റെയും LCM? LCM കാണാൻ അറിയാത്തവർ എങ്ങനെയാണ്? അവർക്ക് അറിയായിരിക്കും അല്ലേ? 6ൻ്റെയും 4ൻ്റെയും LCM കണ്ടുപിടിക്കുക. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 3 2 ഇവിടെ എന്ത് വരും? 12 ആണ് ആൻസർ വരുന്നത്. ഓക്കെ, അപ്പോൾ ഉത്തരം കഴിഞ്ഞു. അപ്പോൾ ഇനി വീണ്ടും നമ്മുടെ Z8 കുറിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗ്രൂപ്പ് ഈസ് ഐസോമോർഫിക് ടു Z10 ക്രോസ് Z12? ഓക്കെ, Z10 ക്രോസ് Z12നോട് ഐസോമോർഫിക് ആയിട്ടുള്ള ഗ്രൂപ്പ് ഏതാണെന്നാണ് നമ്മുടെ ചോദ്യം അല്ലേ? അപ്പോൾ ഇവിടെ എപ്പോഴും നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഇവിടെ ഓർക്കേണ്ട കാര്യം ഇതാണ്: Z10 ക്രോസ് Zm ഈസ് ഐസോമോർഫിക് ടു ZmNm if and only if GCD of n and m equal to 1. അതായത് എമ്മിൻ്റെയും എന്നിൻ്റെയും GCD 1 ആവുകയാണെങ്കിൽ മാത്രമാണ് നമുക്കിതിനെ പ്രോഡക്റ്റ് ചെയ്ത് ഇങ്ങനെ എഴുതാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ആ സംഭവമൊക്കെ യൂസ് ചെയ്തിട്ട് വേണം നമ്മളിത് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ Z10 ക്രോസ് Z12. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ 10 അല്ലേ? 10ന് നമുക്ക് എങ്ങനെ എഴുതാം? 2 × 5 എന്ന് എഴുതിക്കൂടെ 10ന് അല്ലേ? 2ഉം 5ഉം റിലേറ്റീവ്ലി പ്രൈം ആയതുകൊണ്ട് 2ഉം 5ഉം റിലേറ്റീവ്ലി പ്രൈം ആയതുകൊണ്ട് നമ്മുടെ ഈ Z10 ആരോട് ഐസോമോർഫിക് ആയിരിക്കും? Z10 എന്ന് പറയുന്നത് ഐസോമോർഫിക് ടു Z2 ക്രോസ് Z5നോട് ഐസോമോർഫിക് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ Z10ന് പകരം നമുക്ക് എങ്ങനെ എഴുതാം? Z2 ക്രോസ് Z5 എന്ന് എഴുതാം. അതുപോലെ തന്നെ Z12നെ നമുക്ക് എങ്ങനെ എഴുതാം? 12നെ നമ്മൾ എഴുതുമ്പോൾ റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള ആളുകളുടെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതുകയാണെങ്കിലാണ് ബാക്കി നമുക്ക് ഫോളോ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതായത് 12 എന്ന് പറയുന്നത് 4 × 3 12 അല്ലേ? 4 × 3 12 ആണ്. 4ഉം 3ഉം റിലേറ്റീവ്ലി പ്രൈം ആണ്. അപ്പോൾ നമുക്ക് Z12 എന്ന് പറയുന്ന ആരോട് ഐസോമോർഫിക് ആണെന്ന് പറയാൻ പറ്റും? Z4 ക്രോസ് Z3നോട് ഐസോമോർഫിക് ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ അതൊന്ന് എഴുതി വെക്കുക. Z4 ക്രോസ് Z3 എന്ന് നമ്മൾ എഴുതി വെച്ചു അല്ലേ? ഇനി നമ്മളൊന്ന് നോക്കിക്കേ, ഇതിൽ വീണ്ടും നമുക്ക് പ്രോഡക്റ്റ് എടുക്കാൻ പറ്റിയത് ആരുമായിട്ടാണ്? ഇവിടെ നോക്കിക്കേ, ഇവിടെ 2 ഉണ്ട്, 5 ഉണ്ട്, 4 ഉണ്ട്. ഈ 2ഉം 4ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്ത് Z8 എഴുതാനായിട്ട് പറ്റില്ല. കാരണം എന്താണ്? 2ൻ്റെയും 4ൻ്റെയും GCD എന്തല്ല? 1 അല്ല അല്ലേ? അപ്പോൾ ഇനി നമ്മുടെ ഓപ്ഷൻസിലേക്കൊക്കെ ഒന്ന് നോക്കിക്കേ. ഫസ്റ്റത്തെ ഓപ്ഷൻ Z2 ക്രോസ് Z60 ആണ്. അത് നമുക്ക് ഇതിൽ നിന്ന് ഫോം ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടോ? ഇപ്പോൾ ഇവരും ഈ 4ഉം 2 ഉള്ള ഗ്രൂപ്പായിട്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല അല്ലേ? അപ്പോൾ അത് നമുക്ക് പോസിബിൾ അല്ല. അപ്പോൾ നമ്മൾ ഈ Z2നെ ഇവിടെ നിർത്തുക. Z2നെ ഇവിടെ നിർത്തി. ഇനി ബാക്കിയുള്ള ആളുകൾ റിലേറ്റീവ്ലി പ്രൈം ആണോ? 5ഉം 4 റിലേറ്റീവ്ലി പ്രൈം ആണ്. 5ഉം 3ഉം റിലേറ്റീവ്ലി പ്രൈം ആണ്. 4ഉം 3ഉം റിലേറ്റീവ്ലി പ്രൈം ആണ്. 3 അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റിലേറ്റീവ്ലി പ്രൈം ആയതുകൊണ്ട് ഈ 3 നമുക്ക് പ്രോഡക്റ്റ് എടുക്കാനായിട്ട് പറ്റും. ഈ 3ഉം പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ 20 20 × 3 60. അപ്പോൾ എന്ത് കിട്ടി നമുക്ക്? Z2 ക്രോസ് Z60 എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ ഇതൊരു റൈറ്റ് ആൻസർ ആണ്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യേണ്ടത്. ഇനി അടുത്തത് ഒരു ZNനെ കുറിച്ച് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം അല്ല. നമുക്ക് ഗ്രൂപ്പിൻ്റെ ഓർഡർ തന്നിട്ടുണ്ട് അല്ലേ? ഗ്രൂപ്പിൻ്റെ ഓർഡർ എന്താണ് തന്നിട്ടുള്ളത്? 49 ആണ് ഗ്രൂപ്പിൻ്റെ ഓർഡർ നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, എന്നിട്ട് എന്താണ് ചോദ്യം? G be a group of order 49. അങ്ങനെയാണെങ്കിൽ G എന്തായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എപ്പോഴും ഓർക്കുക, ഒരു ഗ്രൂപ്പ് ആദ്യം തന്നെ നമുക്ക് ഓപ്ഷൻസ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ n എന്താ നമുക്ക് തന്നിട്ടുള്ളത്? 49 ഏതൊരു ക്വസ്റ്റ്യൻ, അതായത് എന്നിന് ഒരു ഗ്രൂപ്പിൻ്റെ ഓർഡറാണ് തന്നിട്ടുള്ളത്. ആദ്യം നമ്മളൊന്ന് പ്രൈം ഫാക്ടറൈസ് ചെയ്ത് വയ്ക്കുക. അതായത് 49നെ നമുക്ക് 7² എന്നാണ് എഴുതാൻ പറ്റുക അല്ലേ? അപ്പോൾ ഇത് എന്ത് ഫോമാണ്? P² വേർ P ഈസ് എ പ്രൈം നമ്പറാണ്. അപ്പോൾ നമ്മൾ ഓർക്കേണ്ട റിസൾട്ട്, ഒരു ഗ്രൂപ്പിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് പ്രൈമിൻ്റെ സ്ക്വയർ ആണെങ്കിൽ ആ ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അബീലിയൻ ഗ്രൂപ്പായിരിക്കും. ആ കാര്യം ഓർത്ത് വയ്ക്കുക. അപ്പോൾ അതറിയാമെങ്കിൽ ഒറ്റ ഒരു സെക്കൻഡ് മതി നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ
ആൻസർ എഴുതാനായിട്ട്. 49 പ്രൈം ഫാക്ടറൈസ് ചെയ്യുക. അപ്പോൾ 7 സ്ക്വയർ അല്ലേ, 7 സ്ക്വയർ എന്ന് പറയുന്നത് പ്രൈമാണ്. 7 സ്ക്വയറിലെ 7 എന്ന് പറയുന്നത് പ്രൈമാണ്. അതുകൊണ്ട് പി സ്ക്വയർ ഓർഡറുള്ള ഗ്രൂപ്പ് അബീലിയൻ ആണെന്ന് അറിയാമെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എഴുതാം. ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ എ ആയിരിക്കും. ബാക്കി ഒന്നിലേക്കും പോകേണ്ട കാര്യമില്ല കേട്ടോ, ബാക്കി ഒന്നിലേക്കും നിങ്ങൾ പോകേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. അടുത്ത സെറ്റ് ഓഫ് പ്രോബ്ലത്തിലേക്ക് കിടക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്. Let G be a finite group, then G is a P group if and only if order of G. P ഗ്രൂപ്പ് ഒക്കെ പറയുന്നത് എന്താ? നമ്മുടെ സൈലോ ഗ്രൂപ്പിലേക്ക് വന്നു അല്ലേ. സൈലോ ഗ്രൂപ്പിൽ നമ്മൾ പി ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ഗ്രൂപ്പിനെ പി ഗ്രൂപ്പ് എന്ന് പറയണമെങ്കിൽ, ജി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിനെ പി ഗ്രൂപ്പ് എന്ന് പറയണമെങ്കിൽ അതിലെ എല്ലാ എലമെൻസിൻ്റെയും ഓർഡർ എന്ന് പറയുന്നത് എന്തായിരിക്കണം? പി ആയിരിക്കണം. അതായത് ജിയിൽ കുറച്ച് എലമെൻറ്റ്സ് ഉണ്ട്, ഇങ്ങനെ ഇ, എ, ബി, സി, ഡി ഇങ്ങനെ പറഞ്ഞാൽ ജസ്റ്റ് ഒരു എക്സാമ്പിളാണ് പറയുന്നത്. ഇതിൽ ഈ എല്ലാ എലമെൻസിൻ്റെയും ഓർഡർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. ഫൈനൈറ്റ് ഗ്രൂപ്പിൻ്റെ കേസാണ്. ഇവിടെ ജി എന്ന് പറയുന്നത് ഫൈനൈറ്റ് ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാ എലമെൻറ്റിൻ്റെയും ഓർഡർ നമുക്കൊരു പി പവർ സംതിങ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുകയാണെങ്കിൽ നമ്മളതിനെ പി ഗ്രൂപ്പ് എന്ന് പറയും. അല്ലെങ്കിൽ ആ ഗ്രൂപ്പിൻ്റെ ഓർഡറിനെ ഒരു പ്രൈമിൻ്റെ സ്ക്വയർ ആയിട്ട് അല്ലെങ്കിൽ പ്രൈമിൻ്റെ പവറായിട്ട് എഴുതാൻ പറ്റുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? പി ഗ്രൂപ്പ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇവിടെ ഏതായിരിക്കും ഉത്തരം വരിക? ഇവിടെ നമുക്ക് കൺഫ്യൂഷൻ വരാം. പി എ പവർ ഓഫ് പി, അതുപോലെ തന്നെ പി സ്ക്വയർ റൺ ഓഫ് ദീസ്. ഓക്കെ, അപ്പോൾ സംശയമൊന്നും വരേണ്ട ആവശ്യമില്ല. നമുക്ക് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് ഓപ്ഷനും തെറ്റാണെന്ന് പറയേണ്ടി വരും. പക്ഷെ നമുക്ക് പോസിബിൾ ആണോ? തെറ്റാണോ? അല്ല. പി സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് ഓപ്ഷനും തെറ്റാന്ന് പറയാൻ പറ്റും അല്ലേ. പക്ഷേ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ ബി ആണ് റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ ഓഫ് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് റൈറ്റ് ആൻസർ. ഇപ്പോൾ ജി എന്ന് പറയുന്ന ഗ്രൂപ്പ് ഒരു ഫൈനൈറ്റ് ഗ്രൂപ്പാണ്. ഓക്കെ, എൻ ആണ്, ഓർഡർ എന്തായാലും എൻ ആയിരിക്കും. ഈ എന്നിനെ നമ്മളൊരു പ്രൈമിൻ്റെ പവറായിട്ട് എഴുതാൻ പറ്റുകയാണെങ്കിൽ, സം പി പവർ ആർ എന്ന് എഴുതാൻ പറ്റുകയാണെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി കണ്ടീഷൻ ആണ് കേട്ടോ അവിടെ പറഞ്ഞിട്ടുള്ളത്. എന്താണ് സംഭവം? പി ഗ്രൂപ്പ് ആയിരിക്കും. അപ്പോൾ ആ ഒരു കാര്യം ഓർത്ത് വയ്ക്കുക. പി ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഓർഡർ ഓഫ് ജി എന്ന് പറയുന്നത് ഒരു പ്രൈമിൻ്റെ പവർ ആയിരിക്കും. ഓക്കെ, അടുത്ത ചോദ്യം വളരെ സിമ്പിളാണ്. ഗ്രൂപ്പ് പഠിക്കുമ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും ഗ്രൂപ്പിൻ്റെ കണ്ടീഷൻസ് പഠിക്കുക. ഫസ്റ്റ് ക്ലോസ്ഡ് ആയിരിക്കണം അല്ലേ. ഇപ്പോൾ ജി എന്ന് പറയുന്ന ഒരു സെറ്റാണ്, നമുക്കൊരു ബൈനറി ഓപ്പറേഷൻ ഉണ്ട് അല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എന്താ? ക്ലോസ്ഡ് ആണെന്നുള്ള കേസാണ് നമ്മൾ ചെക്ക് ചെയ്യാനുള്ളത് അല്ലേ. ക്ലോസ്ഡ് ആണോ നോക്കാനായിട്ട് രണ്ട് എലമെൻറ്റ്സ് എടുക്കുന്നു, എക്സും വൈയും നമ്മൾ ജിയിൽ നിന്ന് എടുക്കുന്നു. എന്നിട്ട് എക്സ് സ്റ്റാർ വൈ എന്ന് പറയുന്നത് ജിയിലുണ്ടോ എന്ന് നമ്മൾ നോക്കണം. ഇനി രണ്ടാമത് നോക്കേണ്ടത് എന്താണ്? രണ്ടാമത് നമ്മുടെ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ചെക്ക് ചെയ്യണം. പിന്നെന്താണ്? അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ചെക്ക് ചെയ്യണം, ഐഡൻറ്റിറ്റി എലമെൻറ്റ് ചെക്ക് ചെയ്യണം, അതുപോലെ ഇൻവേഴ്സ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യണം അല്ലേ. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഓർത്തിരിക്കണം. അപ്പോൾ നമുക്കിവിടെ എന്താ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ഗ്രൂപ്പ് ജി ഈസ് ഈക്വൽ ടു 1 - 1 i മൈനസ് ഐ അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ. ഗ്രൂപ്പിൻ്റെ ഓപ്പറേഷൻ ശ്രദ്ധിക്കണം, മൾട്ടിപ്ലിക്കേഷൻ ആണ്. ദ ഇൻവേഴ്സ് ഓഫ് ദ എലമെൻറ്റ് മൈനസ് ഐ ഈസ് ഏതാണ്? മൈനസ് ഐ എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ ഇൻവേഴ്സ് ഏതാണെന്നാണ് ചോദ്യം. അപ്പോൾ ഇൻവേഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ആദ്യം ആ ഗ്രൂപ്പിലെ ഐഡൻറ്റിറ്റി എലമെൻറ്റ് കണ്ടുപിടിക്കണം. ഐഡൻറ്റിറ്റി എലമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇ എന്ന് പറയുന്ന എലമെൻറ്റിനെ നമ്മളൊരു ഗ്രൂപ്പിലെ ഐഡൻറ്റിറ്റി എലമെൻറ്റ് എന്ന് പറയണമെങ്കിൽ ജിയിലെ ഏതൊരു എലമെൻറ്റിനെയും ഇ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് തന്നെ കിട്ടണം? എ തന്നെ കിട്ടണം. അപ്പോൾ ഈ സംഭവം നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാകും ഇവിടുത്തെ ഐഡൻറ്റിറ്റി എലമെൻറ്റ് 1 ആണ്. 1 കൊണ്ട് ഏതൊരു എലമെൻറ്റിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ എലമെൻറ്റ് തന്നെ കിട്ടും അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 1 ആണ് അവിടുത്തെ ഐഡൻറ്റിറ്റി എലമെൻറ്റ്. ഇനി നമുക്ക് നോക്കേണ്ടത് ഇൻവേഴ്സ് ആണ്, മൈനസ് ഐയുടെ ഇൻവേഴ്സ്. അപ്പോൾ ഇൻവേഴ്സിൻ്റെ ഡെഫിനേഷനും നിങ്ങൾ ഓർത്തിരിക്കണം. അപ്പോൾ എയുടെ ഇൻവേഴ്സ് ആണ് എ ഡാഷ് എങ്കിൽ അവർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഐഡൻറ്റിറ്റി എലമെൻറ്റ് കിട്ടണം. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ ചോദ്യം മൈനസ് ഐയുടെ ഇൻവേഴ്സ് ആണ്. അപ്പോൾ മൈനസ് ഐ ഇൻറ്റു ഒരു എലമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഐഡൻറ്റിറ്റി എലമെൻറ്റായ 1 കിട്ടണം. അപ്പോൾ മൈനസ് ഐ ഇൻറ്റു 1 ചെയ്ത് കഴിഞ്ഞാൽ ഐ കിട്ടുമോ? നോട്ട് ഈക്വൽ ടു 1. സോറി, മൈനസ് ഐയുടെ കൂടെ 1 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1 കിട്ടില്ല അല്ലേ. ഇനി മൈനസ് ഐയുടെ കൂടെ ഗ്രൂപ്പിൽ ഓരോ എലമെൻറ്റ് വെച്ച് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. -1 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 കിട്ടില്ല അല്ലേ. ഇനി അടുത്തത് മൈനസ് ഐയുടെ കൂടെ ഐ മൾട്ടിപ്ലൈ ചെയ്തു. ഐയുടെ സ്ക്വയർ എന്താ? ഐയുടെ സ്ക്വയർ -1 ആണ്. അപ്പം -i² ആണ്.
മൈനസ് ഐ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ 1 ആണ് അല്ലേ. അപ്പം നമുക്ക് ഏതാ മൈനസ് ഐയുടെ ഇൻവേഴ്സ് എന്താ? മൈനസ് ഐയുടെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഐ ആയിരിക്കും. ഓക്കെ, ഐ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, നമ്പർ ഓഫ് ഗ്രൂപ്പ് ഹോമോമോർഫിസം ഫ്രം S3 to Z3 ഈസ്. അപ്പോൾ ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ടത് ZNൽ നിന്ന് ZMനകത്തേക്ക് എത്ര ഹോമോമോർഫിസംസ് ഉണ്ടെന്ന് നമ്മൾ ഓർത്തിരിക്കുക. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എമ്മിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എത്ര ഹോമോമോർഫിസം ഉണ്ടെന്നുള്ളത്. എം ഈവൻ ആവുന്ന കേസിനകത്ത് നമുക്ക് നമ്പർ ഓഫ് ഹോമോമോർഫിസം എന്ന് പറയുന്നത് 2 ആയിരിക്കും. എം ഓഡ് ആവുന്ന കേസിനകത്ത് നമ്പർ ഓഫ് ഹോമോമോർഫിസം എന്ന് പറയുന്നത് 1 ആയിരിക്കും. അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇവിടെ ആൻസർ എന്ത് വരും? ഇവിടെ Z3 ആണ്. Z3 ആയതുകൊണ്ട് 3 എന്ന് പറയുന്നത് ഓഡാണ്. ഓഡ് ആയതുകൊണ്ട് എത്ര വരും? ഒരു ഹോമോമോർഫിസം ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ആൻസർ ഓപ്ഷൻ 1 ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തത് എഫ് ബി എ ഫീൽഡ് വിത്ത് 32 എലമെന്റ്സ് ദെൻ ദ നമ്പർ ഓഫ് സബ് ഫീൽഡ് ഓഫ് എഫ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് സബ് ഫീൽഡ് കണ്ടുപിടിക്കാനായിട്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് പറയാം. നമുക്ക് എഫിൻ്റെ ഓർഡർ തന്നിട്ടുണ്ട്. സപ്പോസ് എഫിൻ്റെ ഓർഡർ p പവർ n ആണെന്ന് കരുതുക. p പവർ n ആണെങ്കിൽ നമ്പർ ഓഫ് സബ് ഫീൽഡ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈം ഫാക്ടറൈസ് ചെയ്തതിന് ശേഷം പിയുടെ പവർ നോക്കുക. പിയുടെ പവർ എത്രയാണോ അതിന് ഡിവൈസസ് ഉള്ളത് അത്രയും സബ് ഫീൽഡുകൾ എവിടെ ഉണ്ടായിരിക്കും? നമ്മുടെ ഈ ഫീൽഡിന് ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടുത്തെ കേസിനകത്ത് നമുക്ക് ഓർഡർ ഓഫ് എഫ് ഫീൽഡിൻ്റെ ഓർഡർ എന്താ തന്നിട്ടുള്ളത്? 32 ആണ് അല്ലേ. ഫീൽഡിൽ എത്ര എലമെൻ്റ് ഉണ്ട്? 32 എലമെൻ്റ് ഉണ്ട്. 32 എന്ന് പറയുന്നത് 2⁵5 അല്ലേ. 2 × 2 4 × 2 8 × 2 16 × 2 32. അപ്പോൾ 2⁵5 ആണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പവർ നോക്കുക. പവർ ആരാണ്? 5. 5ന് എത്ര ഡിവൈസസ് ഉണ്ടെന്ന് നോക്കുക. ഓക്കെ, എത്ര ഡിവൈസസ് ഉണ്ട്? 5ന് എത്ര ഡിവൈസസ് ഉണ്ട്? 2 ഡിവൈസസ് അല്ലേ ഉള്ളത്. അപ്പോൾ 2 സബ് ഫീൽഡ് ആയിരിക്കും ഈ ഗ്രൂപ്പിന് ഈ ഫീൽഡിന് ഉണ്ടായിരിക്കുക. അപ്പോൾ ഉത്തരം ഓപ്ഷൻ ബി ആണ്. അപ്പം നമ്മൾ ഇത്രയും കാര്യങ്ങളാണ്, ഇത്രയും പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ലാസ്റ്റ് മിനിറ്റ് റിവിഷനിൽ മസ്റ്റായിട്ടും ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇന്ന് പറഞ്ഞു തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് തന്നെ പഠിക്കുക. പിന്നെ നമ്മൾ ഓൾറെഡി ഇൻഫോം ചെയ്ത കാര്യമാണ്, നമ്മൾ ഒരു ടെലഗ്രാം ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളെപ്പോലെയുള്ള സെറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിനെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാ സബ്ജക്റ്റിനും ടെലഗ്രാം ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്വിസസും ഷോർട്ട് നോട്ട്സും അതുപോലെ തന്നെ യൂട്യൂബ് വീഡിയോസും നമ്മളതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ, ഇനി നമുക്ക് കുറച്ച് ദിവസം കൂടിയല്ലേ ഉള്ളൂ, അപ്പോൾ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ അതിൽ ജോയിൻ ചെയ്യാം. അതിൽ തരുന്ന ക്വിസും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അത് നിങ്ങൾക്ക് അത്രത്തോളം ഹെൽപ്ഫുൾ മാത്രമേ ആകുള്ളൂ കേട്ടോ. അപ്പോൾ നല്ലൊരു വിജയം തന്നെ നിങ്ങൾക്ക് ആശംസിക്കുന്നു. ഇത്തവണ സെറ്റ് ക്ലിയർ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഓക്കെ, താങ്ക് യു.